നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. യുദ്ധത്തിൻ്റെ ഭീതിതമായ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇറാനിൽ 220 പേർ ഈ ആക്രമണത്തെ തുടർന്ന് മരിച്ചു എന്നാണ് വ്യക്തമാകുന്നത്. അതേസമയം ഇസ്രായേലിൽ ശക്തമായ ആക്രമണം ഇറാൻ നടത്തുന്നുണ്ട്. ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഇറാൻ്റെ തന്ത്രപ്രധാനമായ മേഖലകളിലേക്ക് ശക്തമായ ആക്രമണം നടത്തി. പ്രധാനമായും ഈ പരസ്പരം ഓയിൽ റിഫൈനറികളും പവർ ഗ്രിഡുകളും ഡാമേജ് ചെയ്യുക എന്ന നിലപാടാണ് ഇരു രാജ്യങ്ങളും സ്വീകരിക്കുന്നത്. ഏതായാലും പൗരന്മാരെ ആക്രമിക്കാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇന്ത്യ നേരിടുന്നൊരു വലിയ കാര്യമുണ്ട്. നമ്മുടെ പൗരന്മാരുടെ സുരക്ഷ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലഘട്ടത്തിലും അത് വളരെ സുപ്രധാനമാണ്. ഇറാനിൽ 1500ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് കുടുങ്ങിക്കിടക്കുന്നത്. അത് കൂടുതലും ജമ്മു കശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. അതേസമയം നമ്മുടെ മലയാളികളായ നിരവധി ആളുകൾ ജോലി ആവശ്യങ്ങളും മറ്റുമായി ഇസ്രായേലിൽ അവിടെ ഉണ്ട്. അവരുടെ സുരക്ഷയും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പരമപ്രധാനമാണ്. അപ്പോൾ ഈ വിഷയമാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ത്യൻ നീക്കം എന്താണ്, എങ്ങനെ നമുക്ക് ഈ വിഷയം നോക്കിക്കാണേണ്ടതുണ്ട്. അപ്പോൾ അതിനായി പ്രധാനമായും അവിടെ കുടുങ്ങിക്കിടക്കുന്നവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ വലിയ കൃത്യമായ അറിവുള്ള ആളുകൾ, അവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് നമ്മുടെ പൊതുവേദി പ്രേക്ഷകരോട് അവിടുത്തെ യഥാർത്ഥ സാഹചര്യം എന്തെന്ന് പറയാൻ കഴിയുന്ന ആളുകൾ, അങ്ങനെയുള്ളവരിൽ നിന്നാണ് ഞാൻ പ്രധാനമായും ഇന്നത്തെ പ്രതികരണങ്ങൾ ആരായുന്നത്. ഏതായാലും എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ഈ രണ്ടുപേർ തമ്മിലുള്ള ആക്രമണം ഏതാണ്ട് 4ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇറാനും ഇസ്രായേലും ഏറ്റുമുട്ടുന്നു. സംഘർഷം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ ഓവർനൈറ്റ് ഇറാൻ ഇസ്രായേലിൻ്റെ ഓയിൽ റിഫൈനറികളും പവർ ഗ്രിഡുകളും തകർത്തു എന്ന് പറയുന്നു. ഇസ്രായേലിൽ കെട്ടിടങ്ങൾ വലിയ തോതിൽ വീണു എന്ന് പറയുന്നു. ഒപ്പം ഇസ്രായേലിൽ 24 പേർ ഈ ആക്രമണം തുടങ്ങിയ കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ കൊല്ലപ്പെട്ട എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഇറാനിൽ 224 മരണസംഖ്യ എന്ന് പറയുന്നു. തെഹ്റാനിൽ അവിടുന്ന് ആളുകൾ പലായനം ചെയ്യുകയാണ്. കാരണം ഈ യുദ്ധ സാഹചര്യം മനുഷ്യനെ അത്രമാത്രം ഭീതിയിലാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനിടയിൽ ട്രംപിനെ കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമം നടന്നു എന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു. അതേസമയം ട്രംപ് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ട്രംപ് അത് ഏതായാലും അംഗീകരിക്കുന്നില്ല. ഒപ്പം തന്നെ ഈ ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാംനയിയെ കൊലപ്പെടുത്താനും ഒരു നീക്കമുണ്ടായിരുന്നു. പക്ഷേ അത് അമേരിക്ക തടഞ്ഞു എന്നൊക്കെ തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. ഏതായാലും വളരെ ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. മോഹൻ, നമുക്ക് അതിൻ്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളുണ്ടെങ്കിൽ അത് പ്രേക്ഷകർക്ക് നൽകുകയും ചെയ്യാം. കാരണം ഇതൊക്കെയാണ് അവിടുത്തെ സാഹചര്യം. അഗ്നിഗോളങ്ങൾക്ക് നടുവിലാണ് മനുഷ്യർ നിൽക്കുന്നത്. വലിയ അറ്റാക്കുകൾ നടക്കുന്നു എന്നതാണ്. יש אנשים לכודים. וואו. വളരെ വളരെ ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇറാനിലെ തെഹ്റാൻ, ഷിറോസ്, കോം നഗരങ്ങളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് നമ്മളെ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്നത്. അതേസമയം ആക്രമണം എല്ലാ മേഖലയിലും നടക്കുന്നുവെന്നാണ്. ഇപ്പോൾ എന്നോടൊപ്പം പീതാംബരൻ ചേരുന്നുണ്ട് പള്ളുരുത്തിയിൽ നിന്ന്. ശ്രീ പീതാംബരൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അങ്ങനെയൊക്കെ ഈ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അവിടെ കുടുങ്ങിക്കിടക്കുകയോ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുകയോ ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല പല രാജ്യങ്ങളിൽ നിന്നും എല്ലാ രാജ്യത്തേക്കും ആളുകൾ കടന്നുകൊണ്ടിരിക്കുകയാണ്, വിദ്യാർത്ഥികളായാലും തൊഴിൽപരമായിട്ടും ഒക്കെ. എന്നാൽ ഈ രണ്ട് രാഷ്ട്രത്തലവന്മാർ തമ്മിൽ ഇങ്ങനെ പോരാടുന്നത് സാധാരണ ജനങ്ങളെയാണ് ബാധിക്കുന്നത്. അവരുടെ തന്നെ ജനങ്ങളെയും പുറത്തു നിന്ന് നമ്മൾ ഇവിടുന്ന് ചെയ്യുന്ന ജനങ്ങളെയും അത് ചേരുന്നുണ്ട്. ഇവരുടെ ഈ ഉങ്ക് മതിയാക്കാൻ ഐക്യരാഷ്ട്രസഭ ഇടപെടാത്തത് എന്തുകൊണ്ടാണെന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അടുത്ത എന്നോടൊപ്പം ചേരുന്ന ശ്രീ മോഹൻദാസ് ആണ്. ആലത്തൂരിൽ നിന്നാണ് ശ്രീ മോഹൻദാസ് വിളിക്കുന്നത്. ശ്രീ മോഹൻദാസ്,
താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു ഈ സാഹചര്യം? യുദ്ധം പെട്ടെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് പ്രത്യാശ പ്രകടിപ്പിക്കാനാകുമോ? മനുവിന്റെ ഔട്ട്ഫിറ്റ് നന്നായില്ല, ആദ്യം അത് പറയട്ടെ. എൻ്റെ കോട്ട് ഇത് സത്യത്തിൽ എൻ്റെ കോട്ടല്ല കേട്ടത്. ഞാനിവിടെ എനിക്ക് തോന്നുന്നു ഇത് മഞ്ജുഷിൻ്റെ കോട്ടാണ്. മഞ്ജുഷ അവധിയാണെന്ന്, അപ്പോൾ സ്വാഭാവികമായ ആ കോട്ട് ഞാൻ എടുത്തതാണ്. അപ്പൊ മഞ്ജുഷിന്റെ സൗന്ദര്യം കൂടി ഇതില് പകർന്നു അങ്ങനെയായിരിക്കും. ഒരു വൈറസ് പോലെ കൂട്ടെല്ലാരും. അല്ല, ഞാൻ വേറെ കാര്യം പറയാം. യുദ്ധം പെട്ടെന്ന് അവസാനിക്കും എന്നുള്ളത് നമ്മൾ ഉക്രൈനും റഷ്യയും തമ്മിൽ നോക്കി അറിയാം. അങ്ങനെ മറ്റു പല ഭാഗങ്ങളിലുള്ള യുദ്ധം എത്ര നിസ്സാരമായിട്ട് കണ്ടാണ് ഉക്രൈനെ, കണ്ടില്ലേ? ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതേപോലെ ഇപ്പൊ ഇറാനും ഈ ഇസ്രായേലും എത്ര ഫ്രണ്ട്ഷിപ്പിലായിരുന്നു, എത്ര സന്തോഷത്തിൽ കഴിഞ്ഞിരുന്ന ആൾക്കാരവര്. ഇസ്രായേലിനെ പല കാര്യങ്ങളിലും മനസ്സ് അംഗീകരിച്ച കൂട്ടരാണ് ഇറാൻ. പിന്നെ ശത്രു മിത്രമാവുന്നു, മിത്രം ശത്രുവാകുന്നു. നമ്മുടെ പഴയ കാരണവന്മാര് പറയുന്നത് ശരി, അതാണ് ഇവിടുത്തെ സംഭവം. ഇത് വല്ലാത്ത കഷ്ടമാണ്. വിഷനിൽ കാണുന്ന അതിന്റെ ചൂട് നമ്മൾ ഇവിടെ അനുഭവിക്കുന്നുണ്ട്. എന്റെ ആരും അവിടെ ഒന്നുമില്ല, എങ്കിലൊക്കെ നമ്മൾ മനുഷ്യ ജീവനല്ലേ. നമ്മൾ ഇന്ത്യ തന്നെ പലതവണ യുദ്ധ ഭീതിയിൽ ഇരുന്നതാണ്. ഇപ്പൊ തന്നെ ഒന്നും ഒഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. ഇപ്പൊ എന്താവട്ടെ, ദൈവം സഹായിക്കട്ടെ, വേഗം നിൽക്കട്ടെ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ശ്രീ മോഹൻദാസിന്റെ ആ ഒരു കമന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ കോട്ട് അത് സത്യത്തിൽ എൻ്റെ കോട്ടല്ലെങ്കിലും നമുക്ക് അത് ചേരുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ കാട്സ് പറയുന്നത് അവിടെ ടെഹ്റാനിലെ സാധാരണക്കാരെ ആക്രമിക്കാനുള്ള ഒരു താല്പര്യവും ഇസ്രായേലിന് ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അപ്പോൾ I wish to clarify the obvious. There is no intention to physically harm the residents of Tehran as the murderous dictators does to the residents of Israel എന്നാണ് അവിടുത്തെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ബാലകൃഷ്ണൻ വടകര എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ വടകര, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ യുദ്ധം ഈ ഘട്ടത്തിൽ ഇന്ത്യ നമ്മുടെ പൗരന്മാരെ പെട്ടെന്ന് ഇങ്ങോട്ട് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എത്ര കണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനാകും? ഹലോ, ആ നമസ്കാരം. നമസ്കാരം. എനിക്ക് തോന്നുന്നു താങ്കളുടെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ട്, അത് ക്ലിയർ അല്ല. ഓക്കെ, ഞാൻ മടങ്ങി വരാം. റഫേൽ IAEA ചീഫ് പറയുന്നു ഇറാനിലെ ന്യൂക്ലിയർ കേന്ദ്രങ്ങളിൽ വലിയ ഇപ്പോൾ കൂടുതൽ ഡാമേജുകൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി. മോഹൻ, നമുക്ക് ആ ദൃശ്യങ്ങൾ കുറെ കൂടി പ്രേക്ഷകർക്ക് നൽകാം. പ്രധാനപ്പെട്ട ആക്രമണങ്ങൾ വരുന്ന സ്ഥലങ്ങൾ, ഏറ്റവും ഒടുവിലായിട്ട് വന്നിട്ടുള്ള ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ, ഇതെല്ലാം പ്രേക്ഷകരിലേക്ക് നമുക്ക് നൽകാം. റഫേൽ ഗ്രോസി ഇന്റർനാഷണൽ ആറ്റോമിക് എനർജിയുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് വിയന്നയിൽ ചേർന്നിരിക്കുന്നു. അവർ അവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നു. ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നോ സൈൻസ് ഓഫ് ഫർദർ ഡാമേജ്, കൂടുതൽ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് നെറ്റാൻസ് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി. ഇപ്പം നമുക്കറിയാം ഈ നെറ്റാൻസിലാണ് അവിടുത്തെ ഒരു വലിയ ആണവോർജ കേന്ദ്രം ഉള്ളത്. ഒപ്പം ഈ ഫ്രോദോ എൻഡോമെൻറ്റിലും സൈറ്റുകളിലും ഇവിടെ ആക്രമണം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ആ രാജ്യത്തെ ബാധിക്കുക എന്ന ചോദ്യം വളരെ ശക്തമായി ഉയരുകയാണ്. അപ്പോൾ കെ നാസർ എന്നോടൊപ്പം ചേരുന്നത് വയനാട്ടിൽ നിന്നാണ്. കെ നാസർ, ഈ മലയാളികൾ ഇസ്രായേലിലുണ്ട്, ഈ ആശങ്ക നമ്മുടെ രാജ്യം എങ്ങനെ നോക്കിക്കാണുന്നു എന്നാണ് ശ്രീ കെ നാസർ മനസ്സിലാക്കുന്നത്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ? സാറുടെ ചോദ്യം വ്യക്തമായിരുന്നു. ഇതിന്റെ സാർ മറുപടിയായി പറയാനുള്ളത് എന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യൻ പൗരന്മാർ എല്ലാ രാജ്യത്തും ജോലി ചെയ്തു വരികയാണ്. അപ്പൊ നമുക്ക് ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇന്ത്യക്ക് എങ്ങനെ ബാധിക്കുമെന്നാണ് അങ്ങയുടെ ചോദ്യം. അതിന് ഉചിതമായുള്ള മറുപടി സാറ്, ഇന്ത്യക്ക് സാങ്കേതികപരമായി നിർബന്ധമായും ബാധിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ പൗരന്മാരാണ് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ജോലി ചെയ്ത് അതിന്റെ സമ്പത്ത് നമ്മുടെ ഇന്ത്യയിലേക്കാണ് അവർ അയച്ചു തരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്ത്യക്ക് പല നേട്ടങ്ങളും വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു സമരങ്ങളും ഇങ്ങനത്തെ ഒരു യുദ്ധങ്ങളൊക്കെ ലോകരാജ്യങ്ങളിൽ നടന്നു വരികയാണെങ്കിൽ ഇന്ത്യ ആശങ്കപ്പെടേണ്ടതുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നമുക്ക് ഈ ഗൾഫ് മേഖലയിൽ നമ്മുടെ ധാരാളം പ്രവാസികളുണ്ട്. ഇപ്പം നാസർ സൂചിപ്പിച്ചൊരു കാര്യം അതാണ്, നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തു പോയിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട്.
അവരുടെയൊക്കെ സുരക്ഷ ഏത് തരത്തിലാണ്? അപ്പോൾ ഞാൻ കുറേ പ്രവാസികൾ നമ്മുടെ ഇന്ന് വിളിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഈ അബ്ദുറഹ്മാനൊക്കെ ഉണ്ടായിരുന്നു ദുബായിൽ നിന്ന് നമ്മളെ സ്ഥിരം വിളിച്ചുകൊണ്ടിരുന്ന പൊതുവേദിയിലേക്ക്. അബ്ദുറഹ്മാനൊക്കെ എന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതുപോലൊരു ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിക്കാത്തതെന്നാണ്, വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ഇസ്രായേൽ ആർമി പറയുന്നു, മോഹൻ നമുക്ക് കൂടുതൽ ദൃശ്യങ്ങൾ ലഭ്യമാകുന്ന തോതിൽ നമുക്കത് പ്രേക്ഷകർക്ക് നൽകാം. കാരണം വളരെ ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. നമുക്ക് ഒരു കെട്ടിട സൗധം പണിതുയർത്താൻ ഒരു മനുഷ്യൻ എത്രമാത്രം പ്രയാസപ്പെടുന്നു എന്ന് നമുക്കറിയാം. ഒരു രാജ്യം എത്രമാത്രം പ്രയാസപ്പെടുന്നു എന്നറിയാം. അവിടെയൊക്കെ ഇങ്ങനെ ഒരു നിമിഷം കൊണ്ട് അതെല്ലാം തകർന്ന് തരിപ്പണമാകുന്ന ഒരു സാഹചര്യം, അത് ഈ രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അയൺ ഡൂം വലിയ തോതിൽ ഇസ്രായേലിനെ രക്ഷിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇസ്രായേൽ. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കുന്ന മിസൈലുകൾ വരുന്നുണ്ട്. തിരിച്ചങ്ങോട്ട് ടെഹ്റാനിലേക്കും ആക്രമണം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. ഇസ്രായേൽ ആർമി ക്ലെയിംസ് ഇറ്റ് ഡിസ്ട്രോയ്ഡ് 30% ഓഫ് ഇറാൻസ് മിസൈൽ ലോഞ്ചേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ മിസൈലുകൾ വിക്ഷേപിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് തങ്ങൾ ആക്രമിക്കുന്നുവെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. 30% അത്തരം കേന്ദ്രങ്ങൾ ഇറാൻ്റെ തകർക്കാൻ, മിസൈൽ ലോഞ്ചറുകൾ തകർക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. 50 ഫൈറ്റർ ജെറ്റുകളാണ് ഇതിനായി വിന്യസിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. 50 ഫൈറ്റർ ജെറ്റ് എയർക്രാഫ്റ്റ് ക്യാരിഡ് ഔട്ട് സ്ട്രൈക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ വളരെ വളരെ ഭയാനകമാണ്. അപ്പോൾ 120 സർഫസ് ടു സർഫസ് മിസൈലുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഉപരിതല മിസൈലുകളുടെ ഒരു വലിയ വിക്ഷേപണം നടക്കുന്നു. ഇതൊക്കെ മനുഷ്യ ജീവനുകൾക്ക് നേരെയാണ് വരുന്നത്. ഒരു പക്ഷേ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയായിരിക്കാം, ആണെങ്കിൽ കൂടിയും അവിടെയും മനുഷ്യർ തന്നെയാണ് പ്രധാനമായി ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സ്വാഭാവികമായും ഇസ്രായേൽ ആർമി ഇപ്പോൾ പറയുന്നത് തങ്ങൾക്ക് ടെഹ്റാൻ്റെ വ്യോമപാത പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞു എന്നതാണ്. അപ്പോൾ അത് നോക്കൂ, ആ പുകയുന്നതൊക്കെ സാറ്റലൈറ്റ് ഇമേജസ് ആണ്. ഓരോ ഘട്ടത്തിലും മിസൈൽ ആക്രമണത്തിന് ഇരയാകുന്നു. ആ ഇരയാകുന്നതിൻ്റെ ദൃശ്യങ്ങൾ, അതിപ്പോൾ ഇസ്രായേലിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്നോടൊപ്പം ദിവാകരൻ ചേരുന്നത് തലശ്ശേരിയിൽ നിന്നാണ്. ശ്രീ ദിവാകരൻ, യെസ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. പിന്നെ സെക്കൻഡ് വേൾഡ് വാർ 1945 ജപ്പാനിൽ ഹിരോഷിമ നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചിട്ട് അതിന്റെ ദോഷം ഇപ്പവും കാണുന്നുണ്ട്. മഴപ്പാറ്റം ഇരിക്കുന്ന പോലെ വെച്ച് ഭൂമിയെല്ലാം പോയി അഗ്നിപർവ്വതം ഉണ്ടല്ലോ. ഇപ്പോ വേണ്ടാണ്ട് എന്തിനാ മനുഷ്യന് ആകെ അത്രയല്ലേ ഉള്ളൂ. ഒരു 100 വയസ്സ് 80 വയസ്സിനുള്ളിലെല്ലാം മരണപ്പെടുന്നില്ല. ഈ ഒരു മനുഷ്യരഹിതമായില്ലേ കുറെ കൊറോണ വന്ന്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. യുദ്ധം ഇല്ലാതാകണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങ് സൂചിപ്പിച്ച ആ വലിയ സംഭവം, നിക്കൂട്ടിൻ്റെ ആ ദൃശ്യം നമുക്ക് തന്നു. ആ നിക്കൂട്ടിൻ്റെ ആണോ അല്ലയോ എന്നൊക്കെയുള്ള തർക്കം പിന്നീട് ഇപ്പോൾ അല്ലെങ്കിൽ നിക്കൂട്ടിൻ്റെ ആയിരുന്നോ ഈ ചിത്രം എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള തർക്കങ്ങളൊക്കെ അത് സംബന്ധിച്ച് നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ആ ചിത്രം നമ്മളെ പഠിപ്പിക്കുന്നൊരു വലിയ പാഠം, അത് നമ്മൾ ഇന്നും നേരിടുന്ന ആ യുദ്ധത്തിൻ്റെ കെടുതികളെ സംബന്ധിച്ചാണ്. ഒരു യുദ്ധം ആരും ആഗ്രഹിക്കുന്നില്ല. ഇറാൻ പ്രസിഡന്റ് മസൗദ് പെസേഷിക്കാൻ പറയുന്നത് അവിടുത്തെ ജനങ്ങളോട് ഒന്നിക്കാൻ പറയുന്നു. അവിടെ ഹോസ്പിറ്റലുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഒന്നിക്കണം എന്നാണ് പറയുന്നത്. ഇസ്രായേൽ സ്ട്രൈക്സ് അവിടുത്തെ ആശുപത്രികൾ, കർമൻഷാ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ആശുപത്രികൾ തകർത്തതായി ഇപ്പോൾ ഇറാൻ്റെ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കുന്നതിൻ്റെ വിവരങ്ങൾ വരുന്നു. മസൗദ് പെസേഷ്കിയാൻ ആണ് ഈ വിവരങ്ങൾ പറയുന്നത്. ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ കാട്സ് പറയുന്നത് അവിടെ ടെഹ്റാൻ ഒരു കനത്ത വില നൽകേണ്ടി വരും. അത് രാജ്യത്തിൻ്റെ തിരിച്ചടി ശക്തമായിരിക്കും എന്ന വിവരങ്ങൾ നൽകുന്നു. ഏതായാലും ഡെത്ത് ടോൾ എന്നത്, അല്ലെങ്കിൽ മരണസംഖ്യ ഇറാനിൽ ഉയരുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇസ്രായേലിൽ ഇപ്പോൾ 8 പേർ മരിച്ചുവെന്ന് വിവരങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ നിരവധി ആളുകളെ ആശുപത്രിയിലേക്ക് ചെറുതും വലുതുമായ പരിക്കുകളോടെ മാറ്റിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം നമുക്ക് മനസ്സിലാകുന്ന US എംബസിക്ക് സമീപത്തുള്ള ഒരു കെട്ടിടം, അവിടേക്കും ആക്രമണം വന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇറാനിയൻ മിസൈൽ ഹിറ്റ് US എംബസി ബിൽഡിംഗ് നിയർ US എംബസി ബിൽഡിംഗ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ ഇറാൻ ഫോറിൻ മിനിസ്റ്ററുടെ ഒരു വക്താവ് വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഇത് പാർലമെൻറ്റ് ഈസ് വർക്കിംഗ് ഓൺ ലെജിസ്ലേഷൻസ് ടു പുൾ ടെഹ്റാൻ ഔട്ട് ഓഫ് ദ ന്യൂക്ലിയർ പ്രൊലിഫറേഷൻ ട്രീറ്റി എന്ന് പറയുന്നു. അപ്പോൾ NPT എന്നാൽ ആണവ നിർവ്യാപന കരാറിലേക്ക് നേരത്തെ രാജ്യങ്ങൾ ഏർപ്പെട്ടിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറണം എന്ന നിലപാട് ഇപ്പോൾ
ഇറാനിൽ വരുന്നു എന്നത്. ഇതൊക്കെ വളരെ ഭീതിതമായ ഒരു അന്തരീക്ഷമാണ്. രാജ്യത്ത് ഈ ആണവ നിർവ്യാപനം ഉണ്ടാകണം ലോകത്ത് എന്ന് എല്ലാവരും ആഗ്രഹിക്കുമ്പോഴാണ് അതിനപ്പുറത്തേക്കുള്ള തീരുമാനങ്ങളിലേക്ക് രാജ്യങ്ങൾ കടക്കുന്നത് എന്ന് നമ്മളെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ അടുത്ത കോളർ ഉള്ളത്, ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. ഒപ്പം ഇപ്പോൾ മറ്റു ചില വാർത്തകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ജൂയിഷ് കമ്മ്യൂണിറ്റികൾ, ലോകത്തുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റികൾ ഇതിനെ യുദ്ധത്തിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെയും ഇറാനും തമ്മിലുള്ള ഈ ആക്രമണത്തെ ലോകമെമ്പാടും വളരെ വളരെ ഗൗരവത്തോടെ കാണുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം. ഇതിനിടയിലൂടെ ഒരു ആശങ്കാജനകമായൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട്. അത് ഈ സീനിയർ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിൻ്റെ ജനറൽ പറയുന്നത്, അദ്ദേഹം ഇറാൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ അംഗം കൂടിയാണ്, മൊഹ്സീൻ റസായി പറയുന്നത്, ഇറാൻ ഇനി ആക്രമിക്കുന്ന ഒരു ഘട്ടമുണ്ടായാൽ പാകിസ്ഥാൻ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തങ്ങളെ സഹായിക്കാം എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും അങ്ങനെ ഒരു പിന്തുണ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് ഇറാൻ പറയുന്നു. പക്ഷേ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി പെട്ടെന്ന് തന്നെ രംഗത്തെത്തി താൻ അങ്ങനെ ഒരു പിന്തുണ നൽകിയിട്ടില്ല എന്ന് പറയുന്നു. ഏതായാലും അതൊരു വലിയൊരു ആശ്വാസം നൽകുന്നൊരു കാര്യമാണ്. കാരണം ഈ ആണവ ആയുധങ്ങൾ ഇതുപോലെ യാതൊരു ബോധവുമില്ലാത്ത ആളുകളുടെ കയ്യിലേക്ക് നൽകുകയാണെങ്കിൽ അത് ലോകത്തിൻ്റെ തന്നെ സർവനാശത്തിലേക്ക് ഇത് പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ പാകിസ്ഥാൻ നേരത്തെ ഇന്ത്യയുമായുള്ള ഒരു സംഘർഷമുണ്ടായ ഘട്ടത്തിൽ തങ്ങൾ ആണവായുധം ഉപയോഗിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിയൊക്കെ മുഴക്കിയിരുന്നെങ്കിലും പ്രധാനമന്ത്രി പറഞ്ഞു അത്തരം ഭീഷണികളെ ഞങ്ങൾ ഒട്ടും വകവയ്ക്കില്ല എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നതാണ്. അപ്പോൾ അതിനിടയിലാണ് ഈ തർക്കം വരുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിൻ്റെ സീനിയർ ജനറൽ, അദ്ദേഹം ഇറാനിയൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ അംഗം കൂടിയാണ്. അദ്ദേഹം പറയുന്നത് പാകിസ്ഥാൻ അങ്ങനെ ഒരു ഉറപ്പ് തങ്ങൾക്ക് നൽകിയിരുന്നുവെന്നാണ്. ഓക്കെ, മഹി കില്ലിപ്പാലത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. മഹി, ഇത് ആരാണ്? താങ്കൾക്ക് അവിടെ എന്താണ് നിന്ന് മനസ്സിലാവുന്ന? ആരെങ്കിലും താങ്കളുമായി ബന്ധപ്പെടുന്നുണ്ടോ? അവിടെ എന്തെങ്കിലും ഇറാനുമായി അല്ലെങ്കിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അവിടെ കുടുങ്ങിക്കിടക്കുന്നതായ വല്ല വിവരങ്ങളുണ്ടോ? അല്ല സാറേ, വേറെ ഒന്നും തോന്നുന്നില്ല. എനിക്ക് ഒരു കാര്യം, ഒന്ന് ഈ കാശ്മീരാണ് ഗോൾഡിനെ പറ്റി പറയാനുള്ള കാര്യമാണ്. ശേഷം ഈ കശ്മീരി എന്ന് പറഞ്ഞില്ലേ ഈ പെൻഷൻ പൈസ, ഈ കാശ്മീരാണ് ഗോൾഡിലെ കോൺഗ്രസിന്റെ ഇപ്പൊ അവിടെ രാജസ്ഥാൻ എവിടെ പോയി BJPക്ക് ഒരു രാജ്യസഭ സീറ്റ് കൊടുത്ത് വളർത്തുക. ഇവിടെ നടന്നുണ്ട് ഇത് ഈ കാര്യം താങ്കൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതൊന്ന് കൃത്യമായി പറഞ്ഞാൽ ഞാനത് നമുക്ക് എന്താണ് മഹി, എന്താ KC വേണുഗോപാലിന്റെ കാര്യമാണോ പറയുന്നത്? വിളിച്ചത് എനിക്ക് എന്താന്ന് മനസ്സിലായില്ല. എന്താ ഈ ഇതാണ് പെൻഷൻ കൊടുക്കുന്നതിനെ സംബന്ധിച്ചായിരിക്കും എന്നാണ് പറയുന്നത് അല്ലേ? പെൻഷൻ പൈസ ഈ ക്യാഷ് വേണമല്ല, ഇവരെല്ലാം ആലപ്പുഴ ജയിപ്പിച്ചു വിടണമെന്നാണ് അവിടെ ജയിക്കില്ല. ഓക്കെ, നമുക്ക് ആ വിഷയം പിന്നീട് ഒരു ദിവസം ചർച്ച ചെയ്യാം. ശിവദാസൻ എന്നോടൊപ്പം ബാലരാപുരത്ത് ചേരുന്നു. ശിവദാസൻ, താങ്കൾക്ക് ആരെങ്കിലും ഈ ഇറാനിലോ ഇസ്രായേലിലോ കുടുങ്ങിക്കിടക്കുകയോ അങ്ങനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? മിഡിൽ ഈസ്റ്റിലുള്ള ആളുകൾ എന്താണ് താങ്കളോട് പറയുന്നത്? അങ്ങനെ വല്ല വിവരങ്ങളുണ്ടോ? നമസ്കാരം സാർ. അതായത് ഈ ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് കേട്ടാൽ ആശങ്കപ്പെടേണ്ട കാര്യമുണ്ട് ഇന്ത്യക്ക്. കാരണം ഇന്ത്യക്കാർ ഇഷ്ടം പോലെ ഇറാഖിലുണ്ട്, ഇറാനിലുണ്ട്. ഇറാനിൽ എന്റെ 3 സുഹൃത്തുക്കളുണ്ട്. പ്രേമനുണ്ട്, പിന്നെ നവാസ് ഉണ്ട്, നൗഷാദുണ്ട്. ഈ 3 പേരും ഉണ്ട്. അവരൊക്കെ എന്താണ്, അവർ ഭയത്തിലാണോ ശ്രീ ശിവദാസൻ? എന്താ അവർ പറയുന്നത്? അവര് ഞാൻ വിളിച്ച സാറെ കിട്ടുന്നില്ല. ഞാൻ ഇന്ന് രാവിലെ എനിക്ക് സ്റ്റഡി കോളില്ല, എനിക്ക് വാട്സപ്പിൽ വിളിച്ചിട്ട് അല്ലെങ്കിൽ സാധാരണ മെസ്സേജ് വരാറുണ്ട്, 2 ദിവസം കൊണ്ട് വരുന്നില്ല, കിട്ടുന്നില്ല, അവരുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് വഴി ഞാൻ വിളിക്കുന്നത്. അവരുടെ എവിടെയുള്ള കുടുംബാംഗങ്ങൾ ആശങ്കയിലാണോ? എന്താണ് അവരൊക്കെ പറയുന്നത്? ഇത് ഇസ്രായേലിലുള്ളവരാണോ അത് ഇറാനിലുള്ളവരാണോ കൂട്ടുകാർ? അതെ 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 അതെ, അവരിവിടെ ഉള്ള ഇന്ത്യയൊക്കെ മലപ്പുറത്തുള്ളുണ്ട്, ഭീമാവിലുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഈ കൂട്ടുകാരുള്ളത് ഇസ്രായേലിലാണോ ഇറാനിലാണോ? ഇറാനിലാണ്. ഇറാനിൽ മലയാളികളാണ് അല്ലേ? അതെ 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 അതെ. അത് അവരവിടെ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? അവരവിടെ സാർ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റ് കടയിലും പിന്നെ ഈ പച്ചക്കറി മാർക്കറ്റിൽ നിൽക്കുന്ന ജോലിക്കാരാണ്. അവരുമായി ബന്ധപ്പെടാം. അപ്പൊ ഇവരുടെ കുടുംബാംഗങ്ങളൊക്കെ ആശങ്കയിലാണ്. എന്താ അവർ പറയുന്നത്? അവര് ഞാൻ രാവിലെ വിളിച്ചു പറഞ്ഞ കുഴപ്പം, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവര് അല്ലാത്ത ഈ STD ബൂത്ത് പോലെ വേറെ വിളിച്ചു പറഞ്ഞ് പേടിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല, നമ്മൾ എന്ത് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും അങ്ങനെ ആവുകയാണെങ്കിൽ നാട്ടിലെത്തിക്കേണ്ട എല്ലാ സജ്ജീകരണം അവിടെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമുക്കത് എങ്ങനെ ശിവദാസൻ, എല്ലാവരും നിങ്ങൾ വിശ്വസിച്ച് നമുക്ക് ഇരിക്കാനേ ഇപ്പം നിർവാഹമുള്ളൂ. എങ്കിലും നമ്മുടെ രാജ്യം അത് വേണ്ട രീതിയിൽ ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ആളുകളെല്ലാം ടെഹ്റാനിൽ നിന്ന് മാറാനൊക്കെയുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുന്നു.
നിലവിൽ വിദേശകാര്യ മന്ത്രാലയം ഇറാനിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ ഉള്ള സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാനൊക്കെ നീക്കം നടക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് അവിടെ ഈ നമ്മളെ ഇസ്രായേലും ഇറാനും ഇസ്രായേലും എന്ത് ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ അവർ അവസ്ഥ ഇങ്ങനെ ആവേണ്ട കാരണം ഒന്നും അറിയില്ല. പിന്നെ വിധിയെ തടുക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ചന്ദ്രൻ നായർ കൂടി എന്നോടൊപ്പം ചേരുന്നു. ഏതായാലും ഈ ശിവദാസൻ അദ്ദേഹത്തിന്റെ 3 സുഹൃത്തുക്കൾ അവിടെ കുടുങ്ങി കിടക്കുന്നു എന്നാണ് പറയുന്നത്. ചന്ദ്രൻ നായർ, താങ്കൾക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് നേരിടുന്ന വിവരങ്ങളുണ്ടോ? എന്താണ് അവർ പറയുന്നത് ആളുകൾ? മനു സാർ, നമ്മുടെ ഇന്ത്യ ആശങ്കപ്പെടേണ്ടതായിട്ടുണ്ട് സാർ. നമ്മുടെ വിദ്യാർത്ഥികളും നമ്മുടെ പൗരന്മാരും ഈ 2 രാജ്യങ്ങളിലും ഉണ്ട്. അതിനകത്ത് ഇസ്രയേലിൽ മാത്രമേ കുറച്ച് കുറവുള്ളൂ എങ്കിൽ തന്നെയും നമ്മളെ ഇന്ത്യയിലുള്ള പൗരന്മാർ ഇസ്രയേലും ഉണ്ട്. ഇപ്പൊ ഞാൻ ആശങ്കപ്പെടണം സാർ. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. മുസ്ലിം രാജ്യങ്ങളായ അബുദാബി, ദുബായ്, അവിടെ ഉള്ളവർക്ക് പോലും ആശങ്കയുണ്ട്. എന്റെ മകൾ എന്താ വെച്ചാൽ അബുദാബിയിലാണ്. അവളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവിടെ എന്താന്ന് വെച്ചാൽ ഇത് നമ്മളെ പോലെ ആശങ്കപ്പെടുന്നവരാണ് മലയാളികളായ അബുദാബിയിലാണ്. അവരും ഇന്ത്യക്കാരാണ്. മലയാളികളൊക്കെ ഇത് എങ്ങനെ ഉരുത്തിരിയുമെന്നൊരു ഭയത്തിലാണ് അല്ലേ? തീർച്ചയായിട്ടും അവരുമായിട്ട് ഞാൻ ഈ കാര്യം സംസാരിച്ചപ്പോൾ അവിടെയും മലയാളികളായ ഇന്ത്യക്കാർ, മലയാളി എന്ന് പറയാൻ പാടില്ല, ഇന്ത്യക്കാരായ അവർക്കും ആശങ്കയുണ്ട് സാർ. പിന്നെ നമുക്കെന്ന് വെച്ചാൽ എണ്ണ എത്തിക്കുന്ന ഒരു രാജ്യം കൂടെ ആണല്ലോ ഇറാൻ. അല്ല, ഇറാനിൽ നിന്ന് ഇപ്പൊ നമ്മൾ എണ്ണ വാങ്ങിക്കുന്നില്ല. അതിന്റെ കാരണം ഇറാൻ എണ്ണ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വാങ്ങിക്കാത്തത് വേറെ ചില ഉടമ്പടികളിൽ ഇന്ത്യ ഏർപ്പെട്ടിട്ടുണ്ട് സാർ. അല്ല, പക്ഷെ ഇപ്പൊ നമ്മൾ വാങ്ങിക്കുന്നത് കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ വാങ്ങിക്കില്ല എന്നതാണ്. കാരണം നമ്മൾ ഇവർക്കെതിരെ ചില ഉപരോധങ്ങൾ ഈ ആണവായുധവുമായി ബന്ധപ്പെട്ട ലോകരാജ്യങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ ഇന്ത്യ ഇപ്പൊ പ്രധാനമായും റഷ്യയാണ് ഇന്ധന കാര്യങ്ങൾക്ക് ആശ്രയിക്കുന്നത്. മറ്റു രാജ്യങ്ങളുണ്ട്. ഏതായാലും അത് മിഡിൽ ഈസ്റ്റിലെ മലയാളികളെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ മുഴുവൻ ആശങ്കയിലാക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്താണെന്ന് അറിയാം, ഇതിനകത്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനകത്ത് ഇടപെട്ട് ഒരു മധ്യസ്ഥ, അതല്ലാതെ മുമ്പോട്ട് പോയാൽ പറ്റൂല സാർ. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിനകത്ത് ഇടപെടണമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അതൊരു നല്ല സജഷൻ കൂടിയാണ്. ഇതിപ്പോൾ പ്രധാനമന്ത്രി നെതന്യാഹുവുമായി സംസാരിച്ചു. പശ്ചിമേഷ്യയിൽ ഒരു സമാധാനം വേണമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് എന്ന് നമ്മൾ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. സതീഷ് ഇടുക്കിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. സതീഷ്, ഇടുക്കിയിൽ എവിടെ നിന്നാണ് സതീഷ് വിളിക്കുന്നത്? ഇടുക്കിയിൽ അയ്യപ്പൻ കോവിൽ എന്ന് പറയും. അയ്യപ്പൻ കോവിലാണ്. ഓക്കെ. അപ്പോ ഈ പ്രശ്നങ്ങള് നമ്മുടെ ലോകരാജ്യങ്ങളെല്ലാം കൂടി ഇടപെട്ട് പരിഹരിക്കാൻ ശ്രമിക്കണമെന്നാണ് പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും പരിഹരിക്കണം. അത് പരിഹരിച്ചില്ലെങ്കിൽ നമ്മുടെ രാജ്യങ്ങൾക്ക് മുഴുവൻ ഒരു പ്രശ്നമല്ലേ സാർ? അപ്പൊ അങ്ങനെ ഒരു കാര്യമാണ് പറയാനുള്ളത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഗോളൻ മേഖലകളിലേക്ക് ഡ്രോണുകൾ എത്തിയെന്ന വിവരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ എയർഫോഴ്സ് ഷട്ട് ഡൗൺ ബൈ ദി ഇസ്രായേൽ എയർഫോഴ്സ് ഓഫ് ഗോളൻ ഹൈറ്റ്സ് ഷോർട്ട് വൈൽ എഗോ എന്ന് പറയുന്നത് IDF പറയുന്നു. ഗോളൻ കുന്നുകളിലേക്കൊക്കെ ആക്രമണം വരുന്നു എന്നാണ് പറയുന്നത്. അവിടെ സൈറനുകൾ കേൾക്കുന്നു. ഏരിയ പ്രത്യേക സൈറനുകൾ കേൾക്കുന്ന ഏരിയ എലോണി ഹബാഷാൻ എന്ന് പറയുന്ന മാർക്കറ്റിന് സമീപത്തേക്ക് അവിടുന്ന് സൈറനുകൾ കേട്ടത്. അവിടെ ഗോളനിലേക്ക് ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഗോളൻ നമുക്കറിയാം വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇസ്രായേൽ പറയുന്നത് താങ്കൾ ഇറാനിലേക്ക് കൂടുതൽ ആഴത്തിലുള്ള ആക്രമണങ്ങൾ നടത്തി എന്ന് പറയുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. മർഷാദ് എയർഫോഴ്സ് ടാർഗറ്റ് ചെയ്തു എന്നൊക്കെയാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത്. മഷാദ് എയർഫോഴ്സിൻ്റെ കേന്ദ്രങ്ങളിലേക്ക് ടാർഗറ്റ് ചെയ്തു, അവിടേക്ക് ആക്രമണം നടത്തിയെന്ന വിവരങ്ങൾ വരുന്നു. അനിൽ ആലപ്പുഴയിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. അനിൽ, ഹലോ. ശ്രീ അനിൽ, ആലപ്പുഴയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? അനിൽ, ചേർത്തല. ഈ അനിലിനെ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? എന്താണ് ആളുകൾ പറയുന്നത്? ഈ മനുഷ്യരുടെ മറ്റേ മരണം ഒന്ന് ഒഴിവാക്കും സാർ. ഓക്കെ, യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കൃഷ്ണൻകുട്ടി മണിമലയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ കൃഷ്ണൻകുട്ടി, വളരെ ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ് മധ്യപൂർവേഷ്യയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ആക്രമണം തുടരുന്നു എന്ന് പറയുന്നു. കനത്ത വില നൽകേണ്ടി വരും എന്ന് ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ ആവർത്തിച്ച് പറയുന്നു. തങ്ങളും വെറുതെ ഇരിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇറാനും. പരസ്പരം ഇത്തരം ആക്രമണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് ഇങ്ങനെ വരുമ്പോൾ തന്നെ വളരെ ഭീതിതമായി തോന്നുന്ന ഒരു സാഹചര്യം. ശ്രീ കൃഷ്ണൻകുട്ടി മണിമലയ്ക്ക് ഇത് സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ? അവരെ നമുക്ക് എത്ര പെട്ടെന്ന് എങ്ങനെ എത്തിക്കാൻ കഴിയുമെന്ന് അവർ വല്ലതും പങ്കുവെക്കുന്നുണ്ടോ? ഇന്ന് വിളിക്കണോ വേണ്ടെന്ന് സംശയിച്ചാണ് വിളിച്ചത്. എന്താണെന്ന് വെച്ചാല് അവതാരകൻ തുടർച്ചയായിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും പറയാൻ. ശരി, ഓക്കെ. ഫോൺ എന്തോ കട്ടായിപ്പോയി.
ഓക്കെ. അവതാരകൻ തുടർച്ചയായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. മനുഷ്യർ മരിക്കുന്നതിൻ്റെ വിവരങ്ങൾ വളരെ വേദനയോടുകൂടി പറയുമ്പോൾ അത് അവതാരകൻ സംസാരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ഇങ്ങനെയൊക്കെ ആളുകൾ ചിന്തിച്ചു തുടങ്ങിയാൽ എങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. യുദ്ധം ആളുകൾ വേദനിപ്പിക്കുന്നതാണ്, ആളുകളെ വെറുപ്പിക്കുന്നതാണ് യുദ്ധം. അവിടെ മനുഷ്യൻ കെട്ടിപ്പൊക്കിയ സൗധങ്ങൾ നിമിഷ നേരം കൊണ്ട് തകർന്നു വീഴുമ്പോൾ അവതാരകൻ സംസാരിച്ചത് വലിയ കുറ്റമായി കണ്ടെത്തി എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. എനിക്കത് എന്താണ് ഈ കൃഷ്ണൻകുട്ടിയെ പോലുള്ള ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ബിജീഷ് എന്നോടൊപ്പം ചേരുന്നു. ബിജീഷ്, ഹലോ. ഈ യുദ്ധം എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇതെന്ന് വെച്ചാൽ ഇത് ഇസ്രായേലുമായിട്ടുള്ള യുദ്ധമാണെന്ന് പറയാൻ പറ്റും. ഇതിന്റെ ഇടനിലക്കാരി എന്ന് വെച്ചാൽ അമേരിക്കയാണ്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, യുദ്ധത്തിൽ കേരളത്തിൽ ആരാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് ടോണി എന്നോട് ചോദിക്കുന്നു. അപ്പോൾ ഇവിടെയും നമ്മൾ ചില ആളുകൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു, ചില ആളുകൾ ഇറാനെ പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു തർക്കം ഉണ്ടെന്നായിരിക്കാം, അതായിരിക്കും ടോണി വി എ എന്നോട് പറയുന്നത്. സാലിഹ് എന്നോട് പറയുന്നു ഇറാനൊപ്പമാണ് താൻ എന്ന് പറയുന്നു, ലവ് ഇറാൻ എന്നാണ് പറയുന്നത്. നൗറിൻ ഫത്തൈ എന്നോട് പറയുന്നത് ടോണി സംഖ്യകളാണെന്ന് പറയുന്നു. ഓക്കെ, സുനിൽകുമാർ എന്നോട് നമസ്കാരം പറയുന്നുണ്ട്. ഇസ്മായിൽ ഇറാനൊപ്പമാണ് എന്ന് പറഞ്ഞ് ഇറാൻ്റെ 3 പതാക എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. നോ വാർ എന്നാണ് നൗറിൻ പറയുന്നത്. സേ നോ ടു വാർ എന്നാണ് നൗറിൻ ഫത്തൈൻ്റെ പ്രതികരണം. മോഹൻദാസ് ചേട്ടൻ ഒരു പാട്ട് പാടിയിട്ട് കുറേ ദിവസമായി എന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നാണ് സുനിൽകുമാർ എന്നോട് പറയുന്നത്. ഓക്കെ, നമുക്കൊരു സതയെ കൊണ്ട് പാട്ട് പാടിക്കും. ഇന്ന് പക്ഷേ യുദ്ധത്തിൻ്റെ ഒരു ദിനമായതുകൊണ്ടാണ്. അരുന്ധതി നമുക്കൊപ്പം ചേരുന്നു, എന്നോട് നമസ്കാരം പറയുന്നു. ഒക്കെ, യുദ്ധം വിദേശത്ത്, വെടിപൊട്ടുന്നത് കേരളത്തിൽ എന്നൊക്കെ ഉള്ള പരിഹാസങ്ങൾ യൂട്യൂബിൽ നിറയുകയാണ്. ശ്രീറാവ് എന്നോട് പറയുന്നത് FF കാണിക്കുന്നവർ ഉണ്ട് ബ്രോ എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതായാലും മോഹൻ ES പറയുന്നത് താൻ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്ന കവിതാശകലം അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ജാക്സൺ പറയുന്നത് ലോകാവസാനം എങ്ങനെയൊക്കെയാണ് എന്ന് ചിന്തിക്കുന്നു. ഓക്കെ, നിജാം എന്നോട് പറയുന്നു ഇതെല്ലാം കള്ളമാണെന്ന് പറയുന്നു. ഓക്കെ, ലൈല ഹായ് എന്ന് എനിക്ക് പറയുന്നു, 2 കണ്ണുകൾ അയക്കുന്നു. ഓക്കെ, ലൈലയ്ക്കും എൻ്റെ ഹായ് അങ്ങോട്ടേക്ക് ഞാനും പറയുന്നു. ആനന്ദൻ എന്നോട് യുദ്ധം ഇല്ലാതെ ആവാൻ വേണ്ടിയുള്ള ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കുറേ വലിയൊരു ടെക്സ്റ്റാണ് ഇംഗ്ലീഷിൽ മലയാളം അടിച്ചിരിക്കുന്നത്. ഓക്കെ, ജീസ് ജോർജ് ആക്കൽ എന്നോട് പറയുന്നു കോഴിക്കോട് ബീച്ചിൽ തിരമാല കരയോടടുത്ത് വരുന്നു, പോലീസ് ആളുകളെ ഒഴിപ്പിക്കുന്നു എന്നാണ്. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആളുകൾ, നമ്മുടെ ന്യൂസ് ഡെസ്കും കൂടി അത് ശ്രദ്ധിക്കണം. കാരണം ജീസ് ജോർജ് ആക്കൽ പറയുന്നു കോഴിക്കോട് ബീച്ചിൽ തിരമാല കരയോടടുത്ത് വരുന്നു, അവിടെ വലിയ ആശങ്ക പടരുന്നു എന്നാണ് എന്നോട് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മളത് വളരെയധികം ശ്രദ്ധിക്കണം. മഴ ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ തോതിലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അനസ് പൂക്കാട്ടൂർ എന്നോട് പറയുന്നു NPTയിൽ നിന്ന് മാറണം എന്ന് ഇറാൻ പറഞ്ഞു എന്ന് പറയുമ്പോഴും NPTയിൽ ഇസ്രായേൽ ഇതുവരെ ചേർന്നില്ല എന്നതൊരു ചർച്ചയേ അല്ല എന്ന് പറയുന്നത്. അത് ശരിയാണ്, അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും ചേരുന്ന ആൾ മാറുന്നതും ഒരു വിഷമമുള്ള കാര്യം തന്നെ. സംറിൻ എന്നോട് പറയുന്നു റെയിൻ ന്യൂസ് കൂടി ഇതിനിടയിൽ തരണം എന്ന് പറയുന്നു. റെയിൻ ന്യൂസിൻ്റെ ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. കോഴിക്കോട് ബീച്ചിന് സമീപത്ത് ഉള്ള ആളുകൾ അവിടെ തിരമാല ശക്തമാണ് എന്നൊരു പ്രേക്ഷകൻ എന്നെ അറിയിക്കുകയാണ്. ഏതായാലും അത് നോക്കി പരിശോധിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഷാജി ഭാസ്കർ എന്നോട് ഹായ് എന്ന് പറയുന്നു. അബ്ദുൽ സത്താർ പറയുന്നു ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ എന്തിനാണ് പൂജാരി മുങ്ങിയത് എന്ന് പറയുന്നു. ഓക്കെ, പൂജാരി മുങ്ങിയിട്ടില്ല കേട്ടോ, പൂജാരിയുടെ വാർത്തയും നമ്മൾ പ്രാധാന്യത്തോടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, KT കുഞ്ഞാമത് പറയുന്നു അല്ല തനിക്ക് എവിടുന്ന ആണവായുധം കിട്ടി, ഉള്ളിലിരിപ്പ് നല്ലത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഏതാ ഞാൻ പറഞ്ഞതല്ല ഇത്, എനിക്ക് പ്രത്യേകിച്ചൊന്നും ആണവായുധം കിട്ടുന്നതല്ല. ഞാൻ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ ഒക്കെ എന്നും അതുപോലെ അൽ ജസീറയും CNN എന്ന വാർത്താമാധ്യമവും ഒക്കെയാണ് നമ്മളും ആശ്രയിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മളോട് പറയുന്ന ചില ആളുകളും ഇതിൻ്റെ വിദഗ്ധരെയൊക്കെ കിട്ടുന്ന വിവരങ്ങളാണ്. അപ്പോൾ ഇതാണ് അങ്ങനെ ആണവായുധം ഉപയോഗിക്കുമെന്ന് പാകിസ്ഥാൻ തങ്ങളെ സഹായിക്കുമെന്ന് ഇറാൻ പറഞ്ഞതായുള്ള വിവരങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ എക്സ്പ്രസും എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മാത്രം പറയുന്നൊരു കാര്യമല്ല. അപ്പോൾ അഭിജിത്ത് എന്നോടേക്ക് ഹായ് എന്ന് പറയുന്നുണ്ട്. അബ്ദുറഹ്മാൻ ഹായ് എന്ന് പറയുന്നുണ്ട്, ഗുരുക്കളാണ്. റാബിയ അൻവർ പറയുന്നു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ ശരി. അനിസ്ലാമിക രാജ്യമായ ഭാരതത്തിൻ്റെ ഇറാൻ ആണവ നിരായുധീകരണം ഗുണം ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിരവധി കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ട്. ഓക്കെ, മുഹമ്മദ് മഞ്ചേരി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ് മഞ്ചേരി, ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾ അവിടെ ആരെങ്കിലും താങ്കളെ വിളിക്കുന്നുണ്ടോ, ബന്ധപ്പെടുന്നുണ്ടോ, എന്താണ് വിവരങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം.
അവിടുന്ന് ആരും വിളിക്കുന്നില്ല, ബന്ധപ്പെടുന്നില്ല, ഒന്നുമില്ല. എങ്കിലും കൂടി മോഹൻ, നമുക്ക് ആ കുറെ കൂടി ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അതേ സമയം അത് കൊടുത്തുകൊണ്ടേയിരിക്കാം. ഈ യുദ്ധം എന്ന് പറഞ്ഞത് ഈ ലോകത്തിന് സർവനാശം, ലോകത്തിന്. അപ്പൊ അത് വല്ലാത്തൊരു ഇടങ്ങേറാണ്. അത് ഒഴിവാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, വ്യക്തമാണ്. ഗോളാന്തരം എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. വിനീത വി പറയുന്നു, റെയിൻ ന്യൂസ് എന്ന് ചോദിച്ചാൽ സ്കൂൾ അവധി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഈ സ്കൂൾ അവധി തന്നെ എല്ലാ ഘട്ടത്തിലും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ ഈ മഴ ഉണ്ടാക്കുന്ന ഓരോ മനുഷ്യരിലും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് വളരെ വളരെ ഭീതിതമാണ്. അപ്പോൾ അത് അതിജീവിക്കാനൊക്കെയുള്ള കൂട്ടായ പ്രയത്നമാണ് നടക്കേണ്ടത്. സ്കൂൾ എങ്ങനെയെങ്കിലും ഒഴിവായി കിട്ടിയാൽ എന്ന് വിചാരിക്കില്ല വിനീത വി. പഠിച്ച് മിടുക്കിയായി സ്കൂളിലേക്ക് പോകാൻ, കുട്ടികളെ മിടുക്കന്മാരെ പോകാനൊക്കെയാണ് നമ്മൾ പ്രേരിപ്പിക്കേണ്ടത്. ഓക്കെ, മൻസൂർ യൂസഫ് പറയുന്നു, ഇന്ന് രാത്രി ഇറാൻ വേഴ്സസ് ഇസ്രായേൽ ഫുട്ബോൾ മത്സരം കാണാമെന്നാണ് പറയുന്നത്. ഇത് അങ്ങനെ ഒരു യുദ്ധമെന്നത് നമ്മളിങ്ങനെ ഒരു കായിക മത്സരം കാണുന്നത് പോലെ അല്ലെങ്കിൽ ഒരു വെടിക്കെട്ട് കാണുന്നത് പോലെ കാണ്ടിരിക്കേണ്ട ഒന്നല്ല. ഇത് ചെന്ന് പതിക്കുന്നത് മനുഷ്യൻ്റെ മേലേക്കാണ്. അവൻ കെട്ടിയുയർത്തിയ സ്വപ്നങ്ങൾക്ക് മുകളിലേക്കാണ്. അവൻ മുന്നോട്ട് നയിക്കാൻ ആഗ്രഹിച്ച ജീവിതത്തിലേക്കാണ്. അപ്പോൾ ഇത്തരം അപകടങ്ങൾ നമുക്കൊരു കാരണവശാലും നമുക്ക് അത് ഗുണകരമാകും എന്ന് ഞാൻ കരുതുന്നില്ല. അതോടൊപ്പം തന്നെ യുദ്ധം അവസാനിക്കട്ടെ എന്ന് ഹംസ എന്നോട് പറയുന്നു. ബേപ്പൂരിൽ നിന്നാണ് ഹംസ നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത്. സന്തോഷം. സജി വി ജി എന്നോട് ഒപ്പം ചേർന്നിട്ടുണ്ട്. റഹീം പറയുന്നു, എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. എൻ്റെ 5 ഫ്രണ്ട്സ് ഇറാനിൽ ഉണ്ട്, അവരെ കണ്ടെത്താൻ പറ്റുന്നില്ല എന്നാണ് റഹീം പറയുന്നത്. അവരുടെ നമ്പർ അയക്കട്ടെ എന്ന് എന്നോട് ചോദിക്കുന്നു. തീർച്ചയായും അയക്കണം, നമുക്ക് അവരെയും ബന്ധപ്പെടാൻ നോക്കാം. റഹീമിൻ്റെ 5 കൂട്ടുകാരാണ് അവിടെ ഇറാനിൽ ഉള്ളത്. അപ്പോൾ അവരുടെ നമ്പർ അയക്കൂ, നമുക്ക് അവരെ ബന്ധപ്പെടാം. രഘുനന്ദൻ പറയുന്ന, മനു പറഞ്ഞതുപോലെ ഇറാനിലും ഇസ്രയേലിലുമുള്ള ആളുകളുടെ അഭിപ്രായം തേടിയാൽ ശരിയായ രൂപം അറിയാം. ഏതായാലും യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് പറയുന്നു. ഓക്കെ, യെസ്. ഹെനൻ എന്നോട് പറയുന്നു, ഞാൻ ഹൗ ആർ യു എന്നോട് ചോദിക്കുന്നു. ഹെനൻ നിരന്തരം എൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന നമ്മുടെ ഒരു പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ഹെനനും എൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നൽകുന്നു. കേരളത്തിൽ മഴ എങ്ങനെയുണ്ടെന്ന് എന്നോട് റോയൽ ചോദിക്കുന്നു. മഴ എല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് പൊതുവേദിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതോടൊപ്പം ഇറാനിൽ കാട്ടാളന്മാരുടെ നാട്ടിൽ പഠിക്കാനും ജോലിക്കും പോയ മലയാളിയെ രക്ഷിക്കാനാണോ ഇസ്രായേൽ ഒരു ചെറിയ രാജ്യം? അത് നമ്മളിതിവിടെ ആളുകളുടെ ഭാഗത്തേക്ക് ചേരുകയില്ല. നമ്മൾ ഇന്ത്യയുടെ ഒരു നിലപാട് തന്നെ ഈ പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരിക എന്നതാണ്. ഓക്കെ, അതിൽ കാട്ടാളനെന്നൊന്നുമില്ല. ഏതായാലും ഈ തീവ്രവാദവും അതുപോലുള്ള കാര്യങ്ങളും എല്ലാവരും അവസാനിപ്പിച്ച് നമുക്കൊരു പുതിയ ലോകം കെട്ടിപ്പടുക്കാനുള്ള വലിയ ശ്രമം നടത്തുക എന്നതിൻ്റെ ഭാഗമാകുകയാണ് എല്ലാവരും വേണ്ടത്. റിക്സൺ എനിക്ക് ഹായ് പറയുന്നുണ്ട്. നിവേദ് കാസർഗോഡ് കനത്ത മഴയാണ് എന്ന് എന്നോട് പറയുന്നുണ്ട്. ഷാജഹാൻ കൊണ്ടാട്ടി ഇറാൻ വിജയിക്കട്ടെ എന്ന് പറയുന്നു. അനീഷ് ബോക്ച എന്നോട് പറയുന്നത് കർമ്മ ഇൻ ബീച്ച് എന്നാണ് പറയുന്നത്. ഓക്കെ, ഹാഷിക്ക് എന്നോട് പറയുന്നത് ഇതൊക്കെ ദൈവത്തിൻ്റെ മുൻവിധിയായിരിക്കാം, അല്ലാതെ എന്ത് പറയാൻ ഉണ്ട് എന്നതാണ്. ഓക്കെ, ഏതായാലും എല്ലാവർക്കും ഈ യുദ്ധം അവസാനിപ്പിച്ച് ശക്തമായി നിലയുറപ്പിക്കാനുള്ള അഭിപ്രായം ആളുകൾ നൽകട്ടെ. ബിനോയ് കുമിളിയിൽ നിന്നാണ് വിളിക്കുന്നത്. ബിനോയ്, ഞാൻ ചോദിക്കുന്നത്, ഈ ഇസ്രായേലിന് സ്വന്തമായിട്ട് പ്രതിരോധിക്കാനുള്ള അവകാശമില്ലേ? ഉണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും UN ചാർട്ടർ 51 അനുസരിച്ച് അവരുടെ പരമാധികാരത്തിന് മുകളിലുള്ള എല്ലാ കടന്നുകയറ്റങ്ങളെയും പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ കാശ്മീരിൽ നമ്മൾ പ്രതിരോധിച്ച പോലെ അവർ പ്രതിരോധിച്ചോട്ടെ, നമുക്കെന്താ അല്ലേ? അല്ല, പക്ഷെ നമ്മൾ കാശ്മീരിൽ ഇങ്ങനെയല്ല ചെയ്ത് കേട്ടോ. നമ്മൾ ടൂറിസ്റ്റുകളായിരുന്നു ഒരു വശത്ത്, മറുവശത്ത് തീവ്രവാദികളായിരുന്നു. ടൂറിസ്റ്റുകളെ തീവ്രവാദികൾ ആക്രമിച്ചപ്പോൾ രാജ്യം വളരെ കൃത്യമായി, നമ്മൾ പറയുന്നത് കാൽക്കുലേറ്റഡ്, പ്രിസൈസ് ആൻഡ് നോൺ എസ്കലേറ്ററി, ഈ വാക്കുകളാണ് നമ്മൾ ഉപയോഗിച്ചത്. അതായത് വളരെ കൃത്യമായി, ആസൂത്രിതമായി, അങ്ങനെ വ്യാപിക്കാത്ത കൃത്യമായ ആക്രമണം തീവ്രവാദ കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഇന്ത്യ നടത്തിയത്. അത് പാകിസ്ഥാനെ ബോധ്യപ്പെടുത്തി. പക്ഷേ തിരിച്ചാക്രമിച്ചപ്പോഴാണ് അവരുടെ മിലിറ്ററി ഇൻസ്റ്റലേഷനുകളിലേക്ക് നമുക്ക് പ്രത്യാക്രമണം നടത്തേണ്ടി വന്നത്. അതും മനുഷ്യജീവൻ പരമാവധി അപകടത്തിലാകാതിരിക്കുന്നൊരു സാഹചര്യം. അതായത് അവർ ഇങ്ങോട്ട് ആയുധം വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങളിൽ മാത്രം തകർക്കുക എന്ന നിലപാട് ഇന്ത്യ എടുത്തത്. അത് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും മഹനീയമായ ഒരു നിലപാടാണ്. അതിനോട് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ താരതമ്യം ചെയ്യാൻ മറ്റൊരു സംഭവം ലോകത്തുണ്ടോയെന്നാണ്. സമാധാനം അത്രമാത്രം ആഗ്രഹിക്കുന്നു ഇന്ത്യ എന്ന് ലോക രാജ്യങ്ങൾക്ക് നമുക്ക് സന്ദേശം നൽകാൻ കഴിയും. ഇല്ലേ ബിനോയ്? ഓക്കെ, ഏതായാലും വ്യക്തമാണ്. ബിനോയ്ക്കും കാര്യം മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റഷീദ് എന്നോട് പറയുന്നു കൊയിലാണ്ടി. ശ്രീ റഷീദ് കൊയിലാണ്ടി. ഓക്കെ,
നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ റഷീദ് കൊയിലാണ്ടി, വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. അങ്ങ് ദീർഘകാലം പ്രവാസിയായിരുന്നു. ഇത്തരം യുദ്ധം മധ്യേഷ്യയിലെ മുഴുവൻ ആളുകളെയും വേദനിപ്പിക്കും, ആശങ്കപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങ് ദീർഘകാലം പ്രവാസ രംഗത്തുണ്ടായിരുന്ന ഒരാളാണ്. യുദ്ധങ്ങൾ എങ്ങനെ അവിടുത്തെ ഇവിടുന്ന് തൊഴിൽ തേടി കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം പ്രതീക്ഷിച്ച് കടങ്ങൾ വീട്ടാൻ ഇവിടെ സ്വപ്നങ്ങളും അവരുടെ സ്നേഹവും ഉപേക്ഷിച്ചു പോയ മനുഷ്യർ അവിടെ ആശങ്കയിലാകില്ലേ? എന്താണ് അങ്ങേക്ക് ഇതിനെ സംബന്ധിച്ച് തോന്നുന്നത്? പശ്ചിമേഷ്യ ആകെ ആശങ്കയുടെ മുൾമുനയിലാണ്. ദിവസേന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പോർവിളികളാണ്. മനുഷ്യൻ കൊല്ലുന്ന ഒരു യുദ്ധം. ആ യുദ്ധമുഖത്താണ് ഇവർ രണ്ടുപേരുള്ളത്, ഇസ്രായേലും ഇറാനും. നമുക്കറിയാലോ, ഇസ്രായേലിനെ പ്രതിരോധിക്കണ്ടേ എന്നൊരു ശ്രോതാവ് അല്പം മുമ്പ് ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, നിരായുധരായ, നിരാലംബരായ, നിരാശരായ ആളുകളെ ബോംബ് വീഴ്ത്തി കൊല്ലുന്ന കാട്ടാളന്മാരാണ് ഇസ്രായേലികൾ, അല്ലേ? ലോകം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗസയിലുള്ള പാവപ്പെട്ട ആളുകളെ നിരന്തരം ഒരു കാരണവുമില്ലാതെ അവരാക്രമിച്ചു കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പോർമുഖം തുറന്നിരിക്കുന്നത്. ഇവിടെയും നമ്മുടെ രാജ്യത്ത്, ലോകത്ത് അതിനെ തടുത്തു നിർത്താൻ പറ്റിയ ലോക നേതാക്കൾ ഉണ്ടോ എന്ന കാര്യം സംശയമാണ്. പണ്ട് അതിനനുസരിച്ചുള്ള നിക്സനായാലും, പണ്ട് ജവഹർലാൽ നെഹ്റു ആയാലും, അതേപോലെ ഈജിപ്തിലുള്ള നാസർ ആയാലും ഒക്കെ അങ്ങനെ പ്രഗത്ഭരായ ആളുകൾ മുന്നിൽ നിന്ന് പറയാൻ അരുത് എന്ന് പറയാനുള്ള ആളുകളുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു അവസ്ഥ വല്ലാതെ ദയനീയമാണ്. ട്രംപ് നോക്കിച്ചിരിക്കുകയാണ്. ട്രംപ് ഒരു കാട്ടാളന്റെ ചിരിയാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. പരസ്പരം എങ്ങനെ നമുക്ക് അതിൽ നിന്ന് ലാഭം കൊയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ ഈ ലോകത്തിന്റെ വല്ലാത്തൊരവസ്ഥ. മധ്യസ്ഥം പറയാനും അത് ചെയ്യിക്കാനുമുള്ള ആളുകൾ ഇന്ന് ലോകത്ത് കുറവാണ്. അതുകൊണ്ട് തന്നെ വളരെ ലോക നേതാക്കൾ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരസ്പരം പോരാട്ടങ്ങളും അതേപോലെ പോർവിളികളും ഉണ്ടാവും. പക്ഷേ അതിനെ തടുത്തു നിർത്താനുള്ള ശക്തരായ ആളുകളില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അവിടെയാണ് ഇടവേള അനിവാര്യമായതുകൊണ്ടാണ്. ശ്രീ റഷീദ് കൊയിലാണ്ടി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹത്തിന് നമ്മുടെ ഈ സമയപരിമിതിയുടെ പ്രതിസന്ധി അറിയാം എന്ന് ഞാൻ കരുതുന്നു. ഏതായാലും ഒരു ചെറിയ ഇടവേള എടുത്ത് ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. ഈ മനുഷ്യരുടെ ദുരിതത്തിൻ്റെ കാഴ്ചകൾ ഞാൻ ഇടവിട്ട് നൽകുന്നതിൻ്റെ ഒറ്റ കാരണം നമ്മുടെ പൊതുവേദിയുടെ പ്രേക്ഷകർ ഈ യുദ്ധത്തിന്, ആക്രമണത്തിന് എതിരെ ഉള്ള നിലപാടുള്ളവരാണ്. അപ്പോൾ അത് ഞാനൊരു പക്ഷത്തേക്കല്ല, ആരുടെ പക്ഷത്തായാലും യുദ്ധമില്ലാത്ത ഒരു ലോകം തന്നെയാണ് പൊതുവേദി സ്വപ്നം കാണുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഭീതിതമായ ഒരു രംഗം ഈ നാട് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് ആ ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കുകയും ചെയ്യുന്നത്. ഞാനൊരു ഇടവേള എടുക്കുന്നു, പെട്ടെന്ന് മടങ്ങി വരും. ദേ പോയി ദാ വന്നു. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ,
അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ബജറ്റ്. യെസ്, പൊതുവേദി തുടരുകയാണ്. അപ്പോൾ നിരവധി പ്രേക്ഷകർ എന്നോടൊപ്പം യൂട്യൂബിൽ ചേരുന്നുണ്ട്. ചിലർ ഇസ്രായേലിനെ പിന്തുണ പ്രഖ്യാപിക്കുന്നു, ചിലർ ഇറാന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഓക്കെ, അപ്പോൾ ഗ്ലാഡിയേറ്റർ എന്നോട് പറയുന്നത് പിന്നെ ഇസ്രായേലിനൊപ്പമാണ്, ഇസ്രായേലാണ് ഭാരതത്തിൻ്റെ അടുത്ത മിത്രം എന്ന് പറയുന്നു. സുജിത് ഗോപി പറയുന്നു ആദ്യം തീവ്രവാദം അവസാനിപ്പിക്കണം, അപ്പോഴെല്ലാ കുഴപ്പവും തീരും എന്ന് പറയുന്നു. ഗാൻസ്റ്റർ ജമ്മിങ് എന്നോട് പറയുന്നത് ഉൽപ്പത്തി 16 മുതൽ 17 വരെ വായിക്കണം എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് എനിക്ക് അത്ര അറിയില്ല, ഞാനത് നോക്കിയിട്ട് പറയാം. ഓക്കെ, ജയകുമാർ പറയുന്ന ആര് യുദ്ധം ചെയ്താലും അത് പാടില്ലാത്തതാണ് എന്നോട് പറയുന്നു. ഷാജഹാൻ കോയക്കുട്ടി എന്നോട് പറയുന്നത് അദ്ദേഹം ഖത്തറിൽ നിന്നാണ് പൊതുവേദി കാണുന്നത്. ഖത്തറിലെ പൊതുവേദി കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. ഷാജഹാൻ കോയക്കുട്ടി ഖത്തറിലിരുന്നാണ് ഇത് കാണുന്നത്. അവിടെ യുദ്ധം എഫക്റ്റ് ആകുമോ എന്ന് എന്നോട് ചോദിക്കുന്നു. ആകാതിരിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് ശ്രീ ഷാജഹാൻ കോയക്കുട്ടി. അപ്പോൾ അവിടുത്തെ നമ്മുടെ മലയാളികളൊക്കെ ഇതുപോലുള്ള ആശങ്കകൾ ഉണ്ട്, പ്രവാസികൾ പേടിയിലാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ പ്രവാസികളുടെ ആശങ്ക അകറ്റാൻ നമ്മുടെ രാജ്യവും സർക്കാരും കടുത്ത നടപടികൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് സ്വീകരിക്കുമെന്ന പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ്. ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ഇറാനുമായിട്ട് യുദ്ധം ഉണ്ടാകും എന്ന് പറയുന്നു എന്നോട് OSKW. ഓക്കെ, അങ്ങനെയുണ്ടോ എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചാലക്കുടിയിൽ മഴ അവസാനം ഉണ്ട് എന്ന് പറയുന്നു. ഓക്കെ, സന്തോഷം, അവിടെ മഴ കുറഞ്ഞു. പക്ഷേ ഈ മഴയുടെ കാര്യം പറയുമ്പോഴാണ് ഈ പാലക്കാട് പോലുള്ള പ്രദേശങ്ങളിൽ മഴ കിട്ടിയാൽ മാത്രമേ നെൽകൃഷി അവിടെ ശക്തമായിട്ട് വളരൂ. അപ്പോൾ അവിടുത്തെ ഒരു ആളുകളുടെ കൂടി അപ്പോൾ നമുക്ക് ഒരു മിതമായ രീതിയിൽ മഴ കിട്ടുകയും അല്ലെങ്കിൽ ആവശ്യമുള്ള രീതിയിൽ മഴ കിട്ടുകയും അത് മഴ മറ്റാരെയും ബാധിക്കാതിരിക്കുകയും ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ജയ് ഹിന്ദ് എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ വിളിക്കുന്നവർ ചിലർ സംഘികളാണെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ മഞ്ജു എന്നോടൊപ്പം ചേർന്നുണ്ട്. ഹായ് എന്ന് പറയുന്നു. ഓക്കെ, ഹായ്. അപ്പോൾ VC തോമസ് എനിക്ക് 3 റോസാ പുഷ്പങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. VC തോമസിന് ഞാൻ 4 റോസാ പുഷ്പങ്ങൾ അങ്ങോട്ടേക്ക് തരുന്നു. ഇന്ധന വില കൂടാൻ സാധ്യതയുണ്ടോ എന്ന് എന്നോട് MSKV ചോദിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇന്ധന വില കൂടാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ പ്രത്യേകിച്ച് ഇറാനിൽ നിന്ന് ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നില്ല. ക്രൂഡ് ഓയിലിൻ്റെ വില പക്ഷേ അന്താരാഷ്ട്ര വിപണിയിൽ കൂടുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും ഒടുവിലത്തെ കണക്കെനിക്ക് കിട്ടുന്നത് ബാരലിന് $75 കടന്നു എന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്ങിനെ അപേക്ഷിച്ച് 1.24% വർധനവുണ്ടായിരിക്കുന്നു. പക്ഷേ നിലവിൽ ഇറാനിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നില്ല. അപ്പോൾ ഇറാനെതിരെ ഒരു ഉപരോധം അമേരിക്ക ഉൾപ്പെടെ നടത്തിയ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയും അങ്ങനെ വിടവാങ്ങിയത്. അപ്പോൾ ഇസ്രായേൽ ഇറാൻ ആക്രമിച്ച ഉടൻ തന്നെ വില കുതിച്ചു വരുന്നതാണ് കണ്ടത്. ബാരലിന് 8% വരെ ഒരു വില വർധനവ് രേഖപ്പെടുത്തുന്നു. അപ്പോൾ $74 കടന്നു. 75 കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച, ഇപ്പോൾ $75 കടന്നിരിക്കുന്നു. അപ്പോൾ സംഘർഷം തുടരുകയാണെങ്കിൽ ബാരലിന് $100 ആകും എന്ന ആശങ്ക ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ വസ്തുത. ഓക്കെ, അപ്പോൾ എന്നോട് മനു പറഞ്ഞ പോലെ ഇറാനും ഇസ്രായേലിനുമുള്ള ആളുകളുടെ അഭിപ്രായം തേടിയാൽ ശരിയായ രൂപം കിട്ടുമെന്ന് രഘുനന്ദനും പറയുന്നുണ്ട്. ഓക്കെ, ബിനോയ് എന്നോടൊപ്പം ചേരുന്നത് കൊല്ലത്തു നിന്നാണ്. ശ്രീ ബിനോയ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇന്ത്യയുടെ ഒരു നീക്കം എന്തായിരിക്കണം ഈ ഘട്ടത്തിൽ? അല്ല, ഇന്ത്യ മനു ഇവിടെ സൂചിപ്പിച്ചതുപോലെ യുദ്ധം ലോകത്തെല്ലായിടത്തും എല്ലാവർക്കും നാശങ്ങളാണ് തരാറുള്ളത്. അപ്പോൾ ഒരു യുദ്ധത്തിനെയും നമ്മൾ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരിക്കലും ഒരു യുദ്ധത്തിനെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആര് ജയിച്ച് ആര് തോറ്റു എന്നുള്ളതല്ല മനു. പക്ഷെ ഇത് നമ്മളിപ്പോ നിങ്ങളുടെ ചർച്ച ഇന്ത്യയെ ബാധിക്കുമോ എന്നുള്ളതാണ്. സത്യത്തിൽ ഞാൻ പറയാം, ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യയെയാണ്. ഇപ്പൊ മനു തന്നെ ഇവിടെ പറഞ്ഞായിരുന്നു ഇറാനുമായിട്ട് നമ്മൾ ഒരു ബിസിനസ് കരാറും ഇല്ലെന്ന്. മീൻസ് ക്രൂഡ് ഓയിലോ നമ്മൾ എണ്ണയോ ഒന്നും എടുക്കുന്നത്. പക്ഷേ അമേരിക്ക നേരത്തെ ഇവർക്ക് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ലോകത്ത് പോകുന്നതിൽ 85% എണ്ണയും പോകുന്നത് ഇറാനിൽ നിന്നാണ്. പല രാജ്യങ്ങളിലോട്ടും പോകുന്നുണ്ട്. പക്ഷേ നമ്മളതിനകത്ത് ഈ ഒരു 20% നമുക്ക് ഇറക്കുമതിയിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. ഇവർ തമ്മിലുള്ളതിനകത്ത് 20% വ്യത്യാസം ഉണ്ടാവും. കാരണം ഈ ഒരു യുദ്ധം കാരണം നമ്മളുടെ ഒരു എക്സ്പെൻസ് കൂടും. കാരണം ഈ പിന്നെ ഹോൾമുഡ് മറ്റേ ഇതുണ്ടല്ലോ, ഈ നമ്മളെ ഈ കടലിന്റെ ഈ പാതയുണ്ടല്ലോ, അതുവഴി നമുക്ക് നമ്മളുടെ ഈ ഷിപ്പുകൾ വരാൻ പറ്റത്തില്ല.
അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ രീതിയിലും ബാധിക്കുന്നത് ഇന്ത്യയെ തന്നെയാണ് 100%. അതുമല്ല മനു പറഞ്ഞു, അതായത് നമ്മള് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ 2 വീക്സിന് മുമ്പ് നമ്മളുടെ ക്രൂഡ് ഓയിലിന്റെ വില അന്ന് $74 ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ വില എത്രയാണ്? $84 എന്നാണ് എന്റെ വിശ്വാസം ക്രൂഡ് ഓയിലിന്റെ വില. ഹലോ മനു, ക്രൂഡ് ഓയിലിന്റെ വില കയറുന്നു 100ലേക്ക് കടക്കുമെന്ന ആശങ്കയാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. ആ ആശങ്കയുള്ള എന്തുകൊണ്ടാ? ഇറാനിൽ നിന്നും ലോകത്തെല്ലായിടത്തും ഈ കടലിടുക്ക് വഴിയാണ് സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം കാരണം രണ്ടുപേരും യുദ്ധം ചെയ്യുമ്പോൾ ലോകത്തിന് നഷ്ടം മാത്രമല്ല, പ്രത്യേകിച്ച് നമ്മളുടെ ഇന്ത്യയിൽ. കാരണം ഇന്ത്യയിൽ ക്രൂഡ് ഓയിലിന്റെ വില കൂടുമ്പോഴും ഏത് ഗവൺമെന്റും ആയിക്കോട്ടെ, ഈ ഗവൺമെന്റ് അത് വില കൂടിയിട്ടില്ല. ഏറ്റവും ടോപ്പ് വിലയിലാണ് ഇന്ന് ഡീസലും പെട്രോളും ഒക്കെ നിൽക്കുന്നത്. രണ്ടും ഈ പെട്രോൾ 100 കിടക്കുകയും ഡീസൽ 100-നോട് അടുത്ത് നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇത് നഷ്ടം വരുന്നത് ഇന്ത്യക്ക് തന്നെയാണ്. ഇന്ത്യ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നമ്മളുടെ നയതന്ത്ര നേതാക്കന്മാർ, മലയാളികൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഞാൻ പറയുന്നു, ഇന്ത്യ ആരെയും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇസ്രായേലിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നത്, ആയുധ കരാർ ഒപ്പിട്ടിട്ടുള്ളത്. പക്ഷേ ഇസ്രായേലിനെ ഒരു കാരണവശാലും നമ്മൾ പിന്തുണയ്ക്കാൻ പാടില്ല. അവരുമായിട്ടുള്ള ആയുധ കരാറും അവരുമായിട്ടുള്ള വ്യാപാര കരാറുകളും നമ്മൾ അവസാനിപ്പിക്കണം. ആർക്കും പിന്തുണ കൊടുക്കണ്ട, ഒരു രാജ്യത്തിനും നമ്മൾ പിന്തുണ കൊടുക്കണ്ട. അതുകൊണ്ട് നിങ്ങളുടെ ഈ ചോദ്യം പ്രസക്തമാണ്. ഇവിടെ നിങ്ങളുടെ ആ ചോദ്യത്തിനകത്ത് ഇന്ത്യയെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇന്ത്യയെ 50% തന്നെ ബാധിക്കും. 50% ഉറപ്പായിട്ടും ബാധിക്കും. പിന്നെ നമ്മളുടെ പ്രവാസികൾ ഒരുപാട് ഈ സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ജോലി ചെയ്യുന്നു, മിഡിൽ ഈസ്റ്റ്, മാത്രമല്ല വിദ്യാർത്ഥികൾ, അതാണ് ഏറ്റവും ആശങ്ക. കാരണം ഒരു കുഞ്ഞിനെ പഠിക്കാൻ അയക്കുമ്പോൾ നമ്മുടെ ജമ്മു കാശ്മീരിലെ ആളെ കൂടുതൽ 1500ഓളം കുട്ടികൾ അവിടെ എന്ത് ചെയ്യുന്നു എന്നറിയാം. അപ്പോൾ മുതിർന്നവരെക്കാളും നമ്മൾ ആശങ്കപ്പെടുന്ന കുട്ടികളുടെ കാര്യത്തിലാണല്ലോ. അല്ല മനു, അതിനകത്ത് ഈ പ്രവാസികളെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മളുടെ പ്രവാസികൾ അവിടുന്ന് ഒരു മാസം ലക്ഷക്കണക്കിന് രൂപ, വർഷമാകുമ്പം കോടിക്കണക്കിന് ഡോളറുകൾ അവിടുന്ന് അയക്കുന്നുണ്ട്. അത് നമ്മളെ ബാധിക്കുന്നുണ്ട് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും. 145 കോടി ജനങ്ങളുള്ള നമ്മളുടെ ഭാരതത്തിൽ പല സ്ഥലങ്ങളിലും നമ്മളെ ഇന്ത്യക്കാരുണ്ട്. ലോകത്ത് നമ്മളൊരു എപ്പോഴും പറയുന്നുണ്ട്, ചന്ദ്രനിൽ പോയാൽ പോലും ഒരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ മലയാളിയെ കാണാൻ പറ്റുള്ളൂ. അതേ കണക്ക് ഞാൻ എല്ലാ വിദേശ രാജ്യങ്ങളിലും പോകുന്ന ആളാ, അവിടെ ഒരു മലയാളി ഉണ്ടാവും. അതുകൊണ്ട് ഈ യുദ്ധങ്ങളും ഇത് കണക്കുള്ള ഈ പ്രശ്നങ്ങളും എല്ലാം അവസാനിക്കട്ടെ 145 കോടിയുള്ള ഇന്ത്യക്കാരെ തന്നെയാണ് ബാധിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യെസ്, അത് വളരെ കൃത്യമായൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ എന്നോട് റിയാദിൽ നിന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ കാണുന്നുണ്ട്, ഷാഹുൽ ഹമീദ് റിയാദിൽ ഇരിക്കുന്ന ഷാഹുൽ ഹമീദിന് എൻ്റെ അഭിവാദ്യങ്ങൾ. മാത്രമല്ല റിയാദിലുള്ള നമ്മുടെ മറ്റ് പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. അപ്പോൾ റിയാദിലാണ് ഉള്ളത് എന്ന് പറയുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ തന്നെ ഇവിടെ, അപ്പോൾ അവരെല്ലാം യുദ്ധത്തിൻ്റെ ഒരു ആശങ്ക പങ്കിടുകയാണ്. ഞങ്ങളെല്ലാവർക്കും ഇപ്പോൾ തന്നെയാണ് ഈ യുദ്ധം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ആ റിയാദിലിരിക്കുന്ന മലയാളികൾ ഏതായാലും അവരൊക്കെ ധൈര്യത്തോടു കൂടി പരസ്പരം കൈകോർത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പൗരന്മാർ എന്ന നിലയിൽ മറ്റുള്ളവരെയും സഹായിച്ച് നമുക്ക് ഈ യുദ്ധത്തിൻ്റെ കെടുതികളെ അതിജീവിക്കാൻ കൂട്ടായ ശ്രമം നടത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഹസീബ് ഗെയിമിംഗ് എന്നോട് ചോദിക്കുന്നത് നാളെ പാലക്കാട് ലീവ് ഉണ്ടോ എന്നാണ്. അപ്പോൾ ഇവിടെ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്ന പോലെ അതാണോ പ്രയോഗം എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇവിടെ ഒരു വലിയ യുദ്ധത്തിൻ്റെ കെടുതിയും മഴയുണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴാണ് അവധിയുണ്ടോ എന്ന ഹസീബിൻ്റെ ചോദ്യം. ഹസീബിന് എനിക്കറിയാം, സ്വാഭാവികമായും അതെൻ്റെ പ്രയാസം നമ്മൾ നേരത്തെ അറിയണം. എങ്കിലും ഞാൻ പറയുന്നത്, ഹസീബെ, നമ്മൾ സ്കൂളിലേക്ക് പോകാൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്കൂളിൽ പോവുക, അവിടെ പഠിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു പ്രശ്നബാധിതമായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ജില്ലാ കലക്ടർമാർ ഇപ്പോൾ വളരെ ഗൗരവത്തോടെ വീക്ഷിക്കുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും നാളത്തെ ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ റിസൾട്ട് വരും. അപ്പോൾ ഞങ്ങൾ വളരെ കൃത്യമായി അറിയിക്കും. അപ്പോൾ അതുകൊണ്ട് സ്കൂളുണ്ടോ, സ്കൂൾ എങ്ങനെയെങ്കിലും ഇല്ലാതിരിക്കട്ടെ എന്നുള്ള ആശങ്ക ഒഴിവാക്കണം. ഓക്കെ, അഖിൽ ജോസ് എന്നോട് ഹായ് പറയുന്നു. ഹായ് അഖിൽ. ശ്രീരാജ് എന്നോട് ഹായ് പറയുന്നു. ഓക്കെ, ശ്രീരാജിന് എൻ്റെ ഹായ്. വിജിത എന്നോടൊപ്പം ചേരുന്നു. ഇപ്പോൾ മഴ തീരും, എപ്പോൾ മഴ തീരും, കാലാവസ്ഥ എങ്ങനെയുണ്ട് എന്നോട് പറയുന്നത്. ഏതായാലും 19-ാം തീയതി കഴിയുന്നത് വരെ ഈ മഴ ഉണ്ടാകുമെന്നാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് അതിൻ്റെ അടുത്ത വെതർ അപ്ഡേറ്റ്സ് വരുമ്പോൾ അത് ഞങ്ങൾ കൃത്യമായി തരാം. അപ്പോൾ വിജിത ചിന്നു മഴയെ പേടിച്ചിരിക്കുകയാണ്. നമ്മൾ മലയാളികൾ മഴയെ വലിയ തോതിൽ ഇഷ്ടപ്പെട്ടവരായിരുന്നു, പക്ഷേ ഇപ്പം നമുക്ക് മഴയെ പേടിയാവുകയാണ്. അപ്പോൾ ഷാഹുൽ ഹമീദ് പറയുന്നു, ഏത് നാട്ടിലും യുദ്ധമില്ലാതിരിക്കട്ടെ, നമ്മുടെ നാട് സന്തോഷത്തോടെ കഴിയുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിരപരാധികളാണ് മരണപ്പെടുന്നത്, മറ്റുള്ളവർക്ക് യുദ്ധം നടത്തിയാൽ മതി എന്ന് പറയുന്നു. അഖിൽ ജോസ് എന്നൊക്കെ ഹായ് സാർ എന്ന് പറയുന്നു. ഓക്കെ, ഹായ് അഖിൽ. അപ്പോൾ
മംഗലാംകുന്ന് പറയുന്നു ഒരു ഹലോ തരാമോ എന്ന് ചോദിക്കുന്നു. ഓക്കെ, മംഗലാംകുന്ന് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് പാലക്കാടുള്ളൊരു സ്ഥലമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മംഗലാംകുന്ന്, പാലക്കാടുള്ള മംഗലാംകുന്നിലെ എല്ലാവർക്കും, നമ്മുടെ ന്യൂസ് 18 പൊതുവെ കാണുന്ന എല്ലാവർക്കും ഒരു ഹലോ, ബിഗ് ഹലോ. ഒപ്പം തന്നെ ഇത് വേറെ ഏതെങ്കിലും ജില്ലയിലാണെങ്കിൽ അവിടെയുള്ള മംഗലാംകുന്നുകാർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. അപ്പോൾ അരുന്ധതി എന്നോട് പറയുന്നത് യുദ്ധം അവസാനിക്കണം എന്ന് തന്നെയാണ് അരുന്ധതി പറയുന്നത്. പാലക്കാട് ലീവുണ്ടോ എന്ന് ഇങ്ങനെ തുടരെ ആളുകൾ ചോദിക്കുന്നുണ്ട്. റെയിൻബോ ഡീർ, പാലക്കാട് ലീവുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ഞാനതൊക്കെ നമുക്ക് ഇതിൽ കൃത്യമായി തരും. ഭാരതത്തിലെ ആളുകൾ വൈദ്യുതി വാഹനങ്ങൾ വാങ്ങിയാൽ ക്രൂഡ് ഓയിൽ വില വലിയ തോതിൽ ബാധിക്കില്ല എന്ന് ന്യൂ തിങ്കർ എന്നോട് പറയുന്നു. കുട്ടൻ വിളക്കത്തല എന്നോടൊപ്പം ചേർന്നു. കുട്ടൻ വിളക്കത്തല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നമ്മുടെ പൊതുവേദിയുടെ ഒരു പ്രേക്ഷകനാണ്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് കുട്ടൻ വിളക്കത്തല പറയുന്നു. ഇങ്ങനെ എന്തിനാണ് പരസ്പരം യുദ്ധം ചെയ്യുന്നത് എന്ന് എന്നോട് ചോദിക്കുന്നു. OSKW പറയുന്നു, ഹമാസ് ഒക്ടോബറിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ട് ബന്ദികളാക്കിയത് കാരണം വഷളായി. ഗസയിൽ 6000-ലപ്പുറം മരണങ്ങൾ നടന്നു എന്നൊക്കെ എന്നോട് പറയുന്നത്. അപ്പോൾ യുദ്ധത്തിൻ്റെ ഭീതിയാണ് വ്യക്തമാക്കുന്നത്. സാമിൽ സാബു പറയുന്നു, ഇസ്രയേലും ഇറാനും യുദ്ധം ചെയ്തതിൽ ഇന്ത്യ നേരിട്ട് ബാധിക്കില്ലെങ്കിലും പല വകയായി പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നു. സ്ട്രെയിറ്റ് വേ എന്നോട് പറയുന്നത് യുദ്ധം ഉടനെ അവസാനിക്കും എന്ന് പറയുന്നു. ഫവാസ്, സാറിന് എന്താണൊരു ക്ഷീണം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഈ യുദ്ധത്തിൻ്റെ ഒരു വേദന കണ്ടിട്ടായിരിക്കാം ഒരു ക്ഷീണം, മുഖത്തൊരു ക്ഷീണം അറിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഏതായാലും എന്താണെന്നറിയില്ല. ആലപ്പുഴ മഴയുണ്ടോ എന്ന് ചോദിക്കുന്നു. വിഷ്ണു പട്ടാമ്പിയിൽ നിന്ന് എന്നോട് ഒരു പട്ടാമ്പിക്കാർക്ക് ഹായ് വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, പട്ടാമ്പിക്കാർക്ക് ഹായ് ഉണ്ട്. മൻസൂർ യൂസൂൾ എന്നോടൊപ്പമുണ്ട്. യുദ്ധം തുടങ്ങി. ഓക്കെ, മൻസൂറിൻ്റെ ജമ്പ് ചെയ്ത് പോയി. എനിക്കിത് പലതും വായിക്കാൻ കിട്ടുന്നില്ല കേട്ടോ. ഓക്കെ, യുദ്ധം തുടങ്ങി വെച്ച് 2 ലഫറി ബംഗാലാണെന്ന് പറയുന്നു. ഓക്കെ, കുട്ടൻ വിളക്കത്തലയുണ്ട്. ബാംഗ്ലൂർ വിട്ടിട്ടുണ്ട്. വ്യോമപാത അടച്ചാലും ചബ്ബാർ തുറമുഖം വഴി ഇന്ത്യക്കാരെ കൊണ്ടുവരും. അതിന് മോദിക്ക് കഴിയും. ചബ്ബാറിൽ നിന്ന് ഗുജറാത്തിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. ഓക്കെ, ഗുജറാത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ജാംനഗറിൽ നിന്ന് നമ്മുടെ ഡേവിഡ് വിജയ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ ഡേവിഡ് വിജയ്, വളരെയധികം സോറി, ഞാൻ അങ്ങനെ പേര് കണ്ടു, പക്ഷേ ഞാൻ പിന്നെ അത് എന്തുകൊണ്ടും മറന്നുപോയി. ഇപ്പോൾ ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വന്നു. ഡേവിഡ് വിജയ്, സോറി, അങ്ങേ കുറച്ചു നേരം കാത്തു നിൽക്കേണ്ടി വന്നു എന്ന് ഞാൻ അങ്ങേയറ്റം യൂട്യൂബിൽ ഇങ്ങനെ താല്പര്യമുള്ള വിഷയമാണെങ്കിൽ എത്ര നേരം വേണമെങ്കിൽ കാത്തു നിൽക്കാം. അല്ലാതെ നമുക്ക് നിലമ്പൂരിലൊന്നും താല്പര്യമില്ല. അയ്യോ, ഇത് ഇവിടുത്തെ സിറ്റുവേഷൻ ഈ ഇറാനിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ പലവരുടെയും ഞാൻ കേട്ടത്. അത് ശരിയല്ല. ലെബനോണിൽ ഹിസ്ബുള്ള എന്ന് പറയുന്നവരെ പ്രോത്സാഹിപ്പിച്ചതിന്റെ ഒരൊറ്റ ദേഷ്യമാണ് ഇസ്രായേലിന്. കാരണം ഇപ്പുറത്ത് ഗാസ സ്ട്രിപ്പിൽ അന്ന് രാത്രി തട്ടിക്കൊണ്ടുപോയപ്പം ഇപ്പുറത്തുനിന്ന് ഹിസ്ബുള്ളയെ അടിച്ചു കയറ്റി നമ്മുടെ ഒരു വസ്തു കൂടി വരുമ്പോൾ വേറൊരു വസ്തു കൂടി ആളെ വിട്ടാൽ നമ്മൾ അന്നേ ഇറാന് ഇത് കൊടുത്താണ്, വേണ്ടാത്ത വഴിയിൽ കൂടി വരരുത്, പ്രോത്സാഹിപ്പിക്കരുത്, നിങ്ങൾ ഞങ്ങളുടെ ഡയറക്റ്റ് അതിർത്തി പോലും അല്ല എന്നുള്ളത്. എന്നിട്ട് അത് കേൾക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്തപ്പം എന്തെങ്കിലും അവർക്ക് തട്ടുകിട്ടുന്ന സർവർക്കും അറിയാവുന്ന കാര്യമാണത്. ആണവ സമ്പുഷ്ടീകരണം മാത്രമല്ല, അവരവിടെ ഇരുന്നുകൊണ്ട് കളിക്കുന്ന കളികൾ പലതുമാണ്. അതിൽ ഇപ്പൊ അമേരിക്ക ഇടപെടുന്നത് തന്നെയാണ് എന്റെ തോന്നൽ. ഏതായാലും നമ്മൾ ഇന്ത്യയെ ആശങ്കയിലാക്കുന്നു എന്ന് ചോദിച്ചാൽ ആശങ്കയിലാക്കുന്നുണ്ട്. കാരണം ഇന്ത്യക്ക് ഞാൻ ഇവിടുത്തെ 2 റിഫൈനറികൾ നിയാരെന്തൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇറാനിൽ നിന്നുള്ള ഇമ്പോർട്ട് നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, അദാനി അവിടെ ഒരു തുറമുഖം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ ഇറാനില്. അത് ഇന്ത്യക്കാണ് അതിന്റെ പണി കിട്ടിയിരിക്കുന്നത്, അദാനി ഗ്രൂപ്പിലാണ്. അത് മാത്രമല്ല, മേപ്പുറത്ത് കൂടി വരുന്ന ഇതെല്ലാം വ്യോമപാതയൊക്കെ തടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ളവരൊക്കെ ട്രബിളിലാവും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ ഇതെങ്ങനെയെങ്കിലും അവസാനിക്കട്ടെ എന്ന്. കാരണം അന്ന് കുവൈറ്റിൽ 87 കുവൈറ്റിലെ അധിനിവേശം ചെയ്തപ്പോ സദ്ദാം ഹുസൈൻ സർവ്വസ്ഥലത്തും ബസ്സുകൾ ക്യൂ ആയിരുന്നു ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ പെട്രോൾ പമ്പുകളുടെ അവിടെ. അതുകൊണ്ട് റഷ്യ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റഷ്യ ഉടനെ തന്നെ ഓയിലിന് വില കൂട്ടും, അല്ലെങ്കിൽ കിട്ടുന്ന അവസരം ആരും മുതലെടുക്കാതിരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എത്രയായാലും ബിസിനസ് അല്ലേ കാര്യങ്ങൾ. അതെ, എന്തായാലും യുദ്ധത്തിന് എന്തെങ്കിലും ഒക്കെ തരത്തിൽ നമ്മുടെ കുട്ടികൾ അവിടെ കുടുങ്ങി പോകുന്നു, അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളിലേക്കും നീങ്ങും, അത് ഉറപ്പാണ്. നീങ്ങും. ചബ്ബാർ ഇവിടെ അടുത്താണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെതായ രീതിയിൽ ഇപ്പൊ ഇറാൻ വിട്ടുകൊടുക്കുന്ന ഒരു ലക്ഷണം കാണുന്നില്ല. പക്ഷെ അവർക്ക് അതിനുള്ള ശക്തിയില്ല. കാരണം അവരുടെ ഐറ്റംസ് മുഴുവൻ ഒബ്സലേറ്റ് ആണ്. ഈ ഒരു നല്ല ഹെലികോപ്റ്റർ പോലും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. എന്നാലും 100% ഇസ്രായേലിനെ കുറ്റം പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല. ഓക്കെ, യെസ്. ഏതായാലും അങ്ങ് ഇത്രയും കാത്തു നിന്നതിൽ പൊതുവേദിയുടെ അങ്ങേയറ്റത്തെ സ്നേഹാഭിവാദ്യങ്ങൾ. കാരണം പല ആളുകളും ഒരു 5 മിനിറ്റ് കാത്തു നിൽക്കുമ്പോൾ തന്നെ വളരെ ക്ഷുഭിതരായി അവതാരകൻ മാത്രം സംസാരിക്കുന്നു, യൂട്യൂബ് കമൻറ്റ് വായിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് നേരെ കടിച്ചു കയറാൻ വരുന്നവരാണ്. പക്ഷേ ജാംനഗറിൽ നിന്ന് വിളിച്ച് ഇത്രയും നേരം കാത്തുനിന്ന് തൻ്റെ അഭിപ്രായം പറഞ്ഞ ഒരു മുതിർന്ന പൗരൻ കൂടിയാണ് ഡേവിഡ് വിജയ്, നമുക്കറിയാം അദ്ദേഹത്തെ.
അദ്ദേഹം ജാംനഗറിൽ ഇരുന്നും പൊതുവേദിക്കൊപ്പം ചേരുന്നു എന്നത് അങ്ങേയറ്റത്തെ അഭിമാനകരമായ കാര്യം. ഓക്കെ, അരുൺ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അരുൺ. ഹലോ. അരുൺ കോട്ടയത്ത് എവിടെ നിന്നാണ് അരുൺ വിളിക്കുന്നത്? കോട്ടയത്ത് എവിടെ? കോട്ടയം ജംഗ്ഷനാണോ? കഞ്ഞിക്കുഴിയിൽ നിന്നാണ്. കഞ്ഞിക്കുഴി നമുക്ക് അറിയാവുന്ന സ്ഥലമാണ്, നല്ല സ്ഥലമാണ്. അപ്പോൾ കഞ്ഞിക്കുഴിയിൽ ആളുകൾ പിന്നെ ധാരാളം വിദേശത്തൊക്കെ ഉള്ളവരാണ്. അവരൊക്കെ എന്താണ് നാട്ടുകാർ പറയുന്നത്? ഈ യുദ്ധം എങ്ങനെയാണ് നാട് മനസ്സിലാക്കുന്നത്? അവരൊക്കെ വളരെ ആശങ്കയിലാണ്. കാരണം ഒരു യുദ്ധം നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ പോലെയല്ല, ഇത് ഒരു ആഗോള യുദ്ധമാവാനൊരു സാധ്യതയുണ്ട്. അപ്പൊ അതിൽ വലിയൊരു ആശങ്കയാണ്. കാരണം നമ്മുടെ ആളുകൾ മുഴുവൻ അവിടെയാണ്. അപ്പൊ നമ്മളിന്നിപ്പോ G7-ലൊക്കെ നമുക്ക് പ്രധാനമന്ത്രിക്ക് ഒക്കെ ഇതിനു വേണ്ടി സംസാരിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പൊ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഈ യുദ്ധത്തിന് വേണ്ടി കൈയടിക്കുന്ന ആരാന്ന് നമുക്കറിയാം. നമ്മള് അദ്ദേഹം ഈ പറഞ്ഞ ബെഞ്ചമിൻ നെതന്യാഹു അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. അയാള് ഭരണത്തിൽ നിന്ന് പുറത്ത് പോകാൻ്റെ ഒരു അവസ്ഥയിലാണ്. അപ്പൊ അയാൾ അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ആദ്യം ഗസയിലും ഇപ്പൊ ഒരു പ്രശ്നമില്ലാണ്ടിരുന്ന ഇറാനിലേക്ക് ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒക്കെ വളരെ ഇതായിട്ട്, കാരണം നമ്മുടെ ഒത്തിരി ആളുകൾ അവിടെയെല്ലാം ഉണ്ട്, നമ്മുടെ ഗൾഫ് മേഖലകളിലും ഇറാനിലും ഒക്കെ. അപ്പൊ നമ്മുടെ എല്ലാവരും ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. അപ്പൊ ബാംഗ്ലൂർ ട്യൂബ് എന്നോട് പറയുന്നത് അകാല ചരമമടഞ്ഞ ഐക്യരാഷ്ട്രസഭയ്ക്ക് ആദരാഞ്ജലികൾ എന്നാണ്. അത് ആ യൂട്യൂബിൻ്റെ ബാംഗ്ലൂർ ട്യൂബിൻ്റെ ആ ഒരു പ്രതികരണം വളരെ ശരിയാണ്. കാരണം ഐക്യരാഷ്ട്രസഭ ഇങ്ങനെ ചില രാജ്യങ്ങൾ കുത്തകയാക്കി വെച്ചിരിക്കുന്നു. ഇത്തരം യുദ്ധം വരുമ്പോൾ അതിൽ പെട്ടെന്ന് ഇടപെട്ട് അവർക്കൊരു തീരുമാനം പറയാൻ കഴിയുന്നില്ല. ഐക്യരാഷ്ട്രസഭയെ തന്നെ ഇസ്രായേലും അംഗീകരിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇറാന് അവിടെ പ്രത്യേകിച്ചൊരു ശബ്ദമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അത് ലോകരാജ്യങ്ങളിൽ ചില പോലീസുകാർ എന്ന തരത്തിൽ അല്ലെങ്കിൽ ചില ലോക ഭീമന്മാർ മാത്രം കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണോ എന്ന ആശങ്ക പലരും പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും അകാല ചരമം അടഞ്ഞു എന്നൊക്കെയാണ് യൂട്യൂബ് പറയുന്നത്. അവർ കുറച്ചുകൂടി ആൻ്റോണിയോ ഗുട്ടറസിൻ്റെ കൃത്യത്തിൽ ശക്തമായി വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗാൽപി എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. അസ്സലാമു അലൈക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും. നഫീസ ബേക്കർ എന്നോട് പറയുന്നു തൃശ്ശൂർ നാളെ അവധിയുണ്ടോ? നീ എല്ലാവർക്കും അവധിയാണ് അറിയേണ്ടത് കേട്ടോ. അവധിയെപ്പറ്റി ഞാനൊരു ഡീറ്റെയിൽഡ് വാർത്ത അടുത്ത ബുള്ളറ്റിനിൽ തരാൻ പറയാം. ആളുകൾക്കെല്ലാം അവധിയെക്കുറിച്ചാണ് അറിയേണ്ടത്. അവധി സ്കൂളിൽ പോകാനുള്ള മടിയുള്ളവരാണോ എന്ന് എനിക്കറിയില്ല, അതോ കുട്ടികളെ വിടുമ്പോൾ പ്രയാസം കൊണ്ട് ചോദിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, നമുക്ക് നോക്കാം. വിദേശ രാജ്യങ്ങളിൽ പണിക്ക് പോകുന്നവരെക്കാൾ എനിക്കിഷ്ടം ഈ എഴുത്ത് പണിയെടുക്കുന്നവർ. അങ്ങനെയല്ല, ലോകം ഒരു ഗ്ലോബൽ വില്ലേജായി ചിന്തിക്കുന്നവരാണ് ഭാരതീയർ. കൃണ്വന്തോ വിശ്വമാര്യം എന്ന് നമ്മുടെ ഒരു പ്രശസ്തമായ വാക്യമില്ലേ? ലോകം ഒരുമിച്ചു വരട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് കൂടുതൽ പണം പുറത്തുനിന്ന് വരുമ്പോൾ അത് ഈ നാടിൻ്റെ പാവപ്പെട്ടവൻ്റെ സാഹചര്യങ്ങളെ മാറ്റുന്നു എന്നതുകൂടിയാണ് പ്രധാനം. ഓക്കെ, എനിക്ക് കുറേ പേരുടെ കമൻറ്റുകൾ ഇന്ന് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. പക്ഷേ നമുക്ക് അടുത്ത ദിവസം കൂടുതൽ കമൻറ്റുകളുമായി നമുക്ക് വായിക്കാം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.